ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം യസ്യ ഭാഗവതവ്യാഖ്യാ സർവേഷാം ഭക്തിദാനൃണാം സയേവ കരുണാസിന്ധു ബോധിതാത്മാ ഗുരുർമമ തസ്മൈ ശ്രീവാസുദേവായ ധരണീസുരരൂപിണേ ഗുരുവായൂപുരേശായ വാസുദേവായ തേ നമഃ. വാസുദേവോഹമന്ധശ്രീവാസുദേവേതി കീർത്തയൻ വാസുദേവസമം സാക്ഷാൽ വാസുദേവഗുരും ഭജേ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാൽ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതു നോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ. പരാശക്തിയൈ നമഃ. എല്ലാ ശ്രോതാക്കൾക്കും പ്രണാമം. ഇന്ന് ഒരു പുതിയ പരമ്പര നമ്മൾ ആരംഭിക്കുന്നു. ഭദ്രകാളി മാഹാത്മ്യം, അതല്ലെങ്കിൽ ദാരുക വധം. സ്വതേ ഭദ്രകാളി അവതാരം പല സ്ഥലങ്ങളിലും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. പുരാണാന്തരങ്ങളിലൊക്കെ ഭദ്രകാളിയുടെ പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള അവതാരങ്ങളെ പറയുന്നുണ്ട്. ഒന്ന്, മഹിഷാസുരനെ കൊല്ലാനായിട്ടൊരു ഭദ്രകാളി അവതരിച്ചു എന്നും, രുരു എന്നുള്ള അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു ഭദ്രകാളി അവതരിച്ചു എന്നും, അതുപോലെ ദാരുകനെ കൊല്ലാൻ ഒരു ഭദ്രകാളി അവതരിച്ചു. അങ്ങനെ പ്രധാനമായിട്ട് 3 തരത്തിലെ അവതാരത്തെ വർണ്ണിക്കുന്നുണ്ട്. അതുകൂടാതെ ദക്ഷയാഗത്തിൽ ഒരു ഭദ്രകാളി അവതരിച്ചതായിട്ട് പറയും. മധുകൈടഭന്മാരെ നിഗ്രഹിക്കണ സമയത്ത് വിഷ്ണുവിന് സഹായമായിട്ട് അവതരിച്ചതും ഭദ്രകാളിയായിട്ടാണ്. അധികവും നമ്മൾ കേരളത്തിൽ ആരാധിക്കണത് തന്നെ ദാരുക വധത്തിന് വേണ്ടി അവതരിച്ച ഭദ്രകാളിയാണ്. ഈ കഥാഭാഗം മാർക്കണ്ഡേയ പുരാണത്തിൽ പറയണതാണ്. ഇപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിലെ ആദ്യമായിട്ട് ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ചത് പുരാണങ്ങളാണ് എന്നാണ്. അതിനുശേഷമാണ് വേദങ്ങളും മറ്റും ഉണ്ടായത് എന്നാണ് പറയുക. 18 മഹാപുരാണങ്ങളും അത്ര തന്നെ ഉപപുരാണങ്ങളും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഇതൊന്നും കൂടാതെയും കുറേ പുരാണങ്ങൾ ഉണ്ട്. ഇതിലൊന്നും പെടാത്തതുമുണ്ട് ചില പുരാണങ്ങളൊക്കെ. അത് പുരാണ ലക്ഷണങ്ങളെ വെച്ചുകൊണ്ടാണ് ചിലത് മഹാപുരാണം ചിലത് ഉപപുരാണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണത്.
ഇപ്പോൾ മഹാപുരാണങ്ങൾക്ക് 10 ലക്ഷണം ഉണ്ടാവണം, ഉപപുരാണങ്ങൾക്ക് 5 ലക്ഷണങ്ങളും ഉണ്ടാവണം. ഇതിൽ കുറവായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ വരണ പുരാണങ്ങൾ ഈ പുരാണ പട്ടികയിലൊന്നും പെടണില്ല. എങ്കിലും അതിനെയും പുരാണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹാപുരാണത്തിൽപ്പെട്ടതാണ് മാർക്കണ്ഡേയ പുരാണം. ഇത് ജൈമിനി മഹർഷിയും മാർക്കണ്ഡേയ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ് പറയണത്. 6 ഭാഗങ്ങൾ ഈ പുരാണത്തിന് ഉണ്ട്. 134 അധ്യായങ്ങളും ഉണ്ട്. 9000 ശ്ലോകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 80ാമത്തെ അധ്യായം മുതൽ 9 അധ്യായമാണ് ഭദ്രകാളി മാഹാത്മ്യമായിട്ട് പറയണത്. ഇപ്പോൾ ദാരുകൻ എന്നുള്ള ഒരു അസുരൻ, ആ അസുരൻ്റെ ജനനം മുതൽ ദാരുക വധം വരെയുള്ള കഥകളും അവസാനം ദേവന്മാരുടെ സ്തുതി അനുസരിച്ചും തൻ്റെ പിതാവായ ശിവൻ്റെ നിർദ്ദേശമനുസരിച്ചും ഈ കാളി അനേക ക്ഷേത്രങ്ങളിൽ വസിക്കുന്നതായിട്ടുള്ള കഥകൾ ഇതിൽ വർണ്ണിക്കുന്നു. മാർക്കണ്ഡേയ മഹർഷി ശിവശർമ്മൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണന് ഉപദേശിക്കുന്നതായിട്ടാണ് കഥ ഇതിൽ വർണ്ണിക്കുന്നത്. നമുക്ക് ഇത്രയൊക്കെ ആമുഖം വെച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അഥ പ്രഥമോധ്യായം ഉടജേ സുഖമാസീനം മാർക്കണ്ഡേയം മഹാമുനിം പപ്രച്ഛ പ്രശ്രയാനമ്ര ശിവശർമ്മ മഹീസുരാ. അപ്പോൾ ഉടജേ സുഖമാസീനം മാർക്കണ്ഡേയം മഹാമുനിം, മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമം. അത് പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷമാണ്. അവിടെ എത്ര ആളുകൾക്ക് പോലും ജ്ഞാനം അനുഭവപ്പെടും. എന്താണെന്ന് വെച്ചാൽ മഹാത്മാക്കൾ എവിടെ ഇരിക്കണോ അവിടെ എപ്പോഴും ശാന്തി ഉണ്ടാവും. ആ സ്ഥലത്ത് ആത്മവിദ്യ അങ്ങനെ പ്രകാശിച്ചു നിൽക്കണുണ്ടാവും. അപ്പം നമ്മൾ ആ സ്ഥലത്ത് പ്രവേശിച്ചാൽ നമുക്ക് തന്നെ ചില അനുഭൂതികളുണ്ടാവും. അങ്ങനെയുള്ള മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമം, അവിടെ ഏതാണ്ട് സൂര്യൻ അസ്തമിച്ചു പുതിയതായിട്ട് വികസിച്ച പുഷ്പങ്ങളുടെയൊക്കെ സുഗന്ധം എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു. ആശ്രമ മൃഗങ്ങളെല്ലാം അവിടെയായിട്ട് വിശ്രമിക്കുന്നു. മഹർഷി തന്നെ തൻ്റെ നിത്യമായ അനുഷ്ഠാനങ്ങൾ പൂജകളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥനായിട്ടിരിക്കുന്നു. അതാണ് സുഖമാസീനം. അപ്പോൾ അവിടെ സ്വസ്ഥനായിട്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള പരിഭ്രമങ്ങളൊന്നുമില്ല. ഇനി എന്തു വേണം, എല്ലാ ജോലികളും തീർത്ത് സ്വസ്ഥനായിട്ടിരിക്കുന്ന സമയം. അപ്പോൾ അവിടെ ദിവസവും വന്ന് ദേവീമാഹാത്മ്യം കേൾക്കുന്ന ഒരു ബ്രാഹ്മണനുണ്ട്. അദ്ദേഹമാണ് ശിവശർമ്മൻ. അങ്ങനെ പതിവ് പോലെ മഹർഷിയെ സമീപിച്ചു. അദ്ദേഹം നമസ്കരിച്ചു. മഹർഷി സന്തോഷത്തോടെ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു. ശിവശർമ്മൻ മഹർഷിയോട് പറയാണ്, പപ്രച്ഛ പ്രശ്രയാനമ്ര, വളരെ വിനയത്തോടു കൂടിയിട്ട് നടത്തും അല്ലേ. സജ്ജനങ്ങളുടെ മുമ്പിൽ വളരെ വിനയത്തോടു കൂടി വേണം നമ്മൾ ഇരിക്കാൻ. മഹാത്മാക്കളുടെ മുമ്പിൽ വിനയാന്വിതനായിട്ട് ഇരുന്നാൽ തന്നെ മതി ജ്ഞാനം ഉണ്ടാവാൻ. അല്ലാതെ അവിടുന്ന് ഒന്നും പഠിക്കണം എന്നില്ല, ഒന്നും കേൾക്കണമെന്നുമില്ല. അപ്പം അങ്ങനെ വളരെ വിനയത്തോടു കൂടിയിട്ട് ഈ ശിവശർമ്മൻ മഹർഷിയോട് വീണ്ടും ദേവിയുടെ മഹത്വങ്ങളൊക്കെ പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു. ശിവശർമ്മ ഉവാച ഭഗവൻ ഭാവതാ പ്രോക്തം ദേവീമാഹാത്മ്യമുത്തമം ശ്രുതം മയാ വിസ്തരത പ്രസന്നം മമ മാനസം മാഹാത്മ്യം ഭദ്രകാള്യാശ്ച ശ്രോതുമിച്ഛാമ്യതഃ പരം. അല്ലയോ മഹർഷേ, അവിടുന്ന്
വളരെ വിസ്തരിച്ച് പറഞ്ഞ ദേവീമാഹാത്മ്യങ്ങളൊക്കെ കേട്ടു. എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. എന്നാൽ ഇനി ശിവപുത്രിയായിട്ട് അവതരിച്ച ഭദ്രകാളിയുടെ മാഹാത്മ്യവും മറ്റു ചരിത്രവും അറിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നു. അല്ലേ? ഇപ്പം മനസ്സിന് നല്ല തൃപ്തി, സന്തോഷമായി. പിന്നെ എന്തിനാ ഇനി കേൾക്കണതെന്ന് വെച്ചാൽ ഭഗവത് കഥകൾ, ഈശ്വര സംബന്ധമായ വിഷയങ്ങൾ എത്ര കേട്ടാലും മതി വരണതല്ലാതെ മതിയെന്ന് തോന്നില്ല. വീണ്ടും പോരാന്ന് തോന്നിക്കൊണ്ടിരിക്കണ ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. വേറെ എന്തായാലും ഇപ്പം നമ്മൾ ഏതു പുസ്തകം വായിച്ചാലും, എത്ര നല്ല സാഹിത്യകൃതിയായാലും ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് വായിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കണമെന്നൊന്നും തോന്നില്ല. നേരെ മറിച്ച് പുരാണ ഇതിഹാസങ്ങൾ അങ്ങനെയല്ല. ദിവസവും പാരായണം ചെയ്താലും അതിനോട് മടുപ്പ് വരണതല്ല. അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവത് കഥകൾ കേൾക്കണം. മാത്രവുമല്ല, മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടതും അതാണ്. ഈ ശ്രവണത്തിനുള്ള താല്പര്യമുണ്ടാവലാണ് ജന്മസാഫല്യം തന്നെ. ഭാഗവതത്തിലൊക്കെ സൂതൻ ആരംഭത്തിലേ പറയും, തീർത്ഥസ്നാനം ചെയ്യണതും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണതും ഒക്കെ എന്തിനു വേണ്ടിയാ? വാസുദേവ കഥാരുചി, ഭഗവത് കഥകളിൽ രുചി വരാൻ വേണ്ടിയാണ്. അങ്ങനെ ഭഗവത് കഥകളിലേക്ക്, ഈശ്വര കഥകളിലേക്ക് രുചി വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ അനുഷ്ഠാനങ്ങളെല്ലാം നിർത്താം. വേണമെങ്കിൽ ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വേണമെങ്കിൽ നിർത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ ആ രുചി വരലാണ് മുഖ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താവണു? നമ്മുടെ ഋഷീശ്വരന്മാർ അതിന് അനുയോജ്യമായ രീതിയിൽ പുരാണ ഇതിഹാസങ്ങളിൽ കഥകളെല്ലാം വിവരിച്ചു. അല്ലേ? നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാവണമല്ലോ. അപ്പോൾ അതിന് പാകത്തിന് ഓരോ കഥകളും അതിൽ കൂടിയിട്ട് വേദാന്ത തത്വങ്ങളും അവർ വർണ്ണിച്ചു. അപ്പോൾ കഥ കേൾക്കാൻ നമ്മൾ വന്നിരിക്കും. ആ കഥ കേൾക്കണ കൂട്ടത്തിൽ എന്താവും? അതിലുള്ള വേദാന്ത തത്വങ്ങൾ എന്താണോ അത് നമ്മുടെ ഉള്ളിൽ അറിയാതെ പ്രവേശിക്കും. ഇത് നമ്മളറിയില്ല. തമിഴിലൊക്കെ പറയും പഴത്തിൽ സൂചി കയറ്റണ പോലെ എന്നാണ്. അല്ലേ? പഴത്തിൽ സൂചി കയറ്റിയാൽ പഴം പോലും അറിയാതെ സൂചി കയറി പോവും. അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറി വരും എന്നർത്ഥം. ഇപ്പോൾ ശിവശർമ്മൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് മാർക്കണ്ഡേയ മഹർഷി പറയാണ്, മാർക്കണ്ഡേയ ഉവാച അഥത സംപ്രവക്ഷ്യാമി ഭദ്രകാള്യാ സമുദ്ഭവം അത്ഭുതാനി ച കർമാണി മത്തഃ ശൃണു മഹീശ്വര രുദ്രസ്യ തനയാ സാധ്വി ഭദ്രകാളീ മഹേശ്വരി ഭദ്രായ ജഗതാം ദേവി യാനി യാനി സനാതനി കർമാണി ചക്രേ കല്യാണി കല്യാണി സുമഹാന്തിജ താനി താനി ശൃണു ശ്രീമാൻ ശിവശർമ്മ ദ്വിജോത്തമ. അല്ലെ? ഉത്തമനായിട്ടുള്ള ശിവശർമ്മനായ ബ്രാഹ്മണോത്തമ, ആ മഹാമായയുടെ അത്ഭുത ചരിത്രം ഇതിങ്ങനെ കേൾക്കാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരണത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഭക്തി വർദ്ധിക്കും, ജീവിത ലക്ഷ്യവും സാധിക്കും. പാപം നശിച്ചവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ദേവിയുടെ കഥകളിലൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെ? അകൃത പുണ്യപ്രഭവതി എന്നൊക്കെ സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ വർണ്ണിക്കും. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും. ആ ശക്തിയുടെ പരാക്രമങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ നല്ല പുണ്യം വേണം, ജന്മശുദ്ധി വേണം. അങ്ങനെ വരുമ്പോഴാണ് അതിനൊക്കെ താല്പര്യം ഉണ്ടാവുക. അങ്ങനെ ലോകമംഗളത്തിനെ ഉദ്ദേശിച്ച് ശിവന്റെ പുത്രിയായിട്ട് ജനിച്ച ഭദ്രകാളിയുടെ ചരിത്രം അങ്ങ് ശ്രദ്ധയോടെ കേട്ടാലും പറഞ്ഞു തരാമെന്നാണ്. ഇതാണ് ചോദ്യം. അല്ലേ? ചോദ്യം ചോദിച്ചാൽ എന്ത് വേണം? ചോദിക്കണ ആൾക്ക് സുഖമാവുന്ന രീതിയിൽ വേണമല്ലോ ഉത്തരം. അപ്പോൾ അതൊരു നല്ല മാർഗമാണ്. അല്ലെ? ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് വിവരം ഉണ്ടാവാം, അല്ലെങ്കിൽ വിവരം ഇല്ലായിരിക്കാം. പക്ഷെ നമ്മൾ
വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ആ ചോദ്യത്തിനെ സ്വീകരിച്ച് അതിന് ഉത്തരം പറയണം. ഇത് പുരാണങ്ങളിലൊക്കെ നമുക്ക് ധാരാളം കാണാം. ഗീതയിലൊക്കെ അർജുനൻ്റെ എല്ലാ ചോദ്യത്തിനും ഭഗവാൻ എത്ര സന്തോഷത്തോടു കൂടിയാ അർജുനനെ മഹാബാഹോ എന്നൊക്കെ സംബോധന ചെയ്തുകൊണ്ടാണ് പല സ്ഥലത്തും ഉത്തരം പറയണത്. അപ്പോൾ ഇവിടെ അതെ ദ്വിജോത്തമ എന്നൊക്കെ സംബോധന ചെയ്തുകൊണ്ടാണ് മഹർഷി ഉത്തരം പറയാൻ തുടങ്ങിയത്. മഹർഷി പറയുന്നു, കാശ്മീരനാംനി നഗരെ രാജാസീൽ ധാർമ്മികോ ബലി ചന്ദ്രസേന ഇതി ഖ്യാത ചന്ദ്രബിംബമുഖസുഖീ. കാശ്മീരദേശത്തിൽ ചന്ദ്രസേനൻ എന്നുള്ള പേരിൽ ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹമാണെങ്കിലോ പൂർണ്ണചന്ദ്രനെ പോലെ ചന്ദ്രബിംബമുഖസുഖി, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചിരുന്നു എന്നർത്ഥം. മാത്രമല്ല പ്രജാപാലന തൽപരനായിരുന്നു, ധാർമ്മികനായിരുന്നു, ബലിയായിരുന്നു, നല്ല ബലവാനായിരുന്നു എന്നർത്ഥം. ശത്രുക്കൾക്കൊന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനൊന്നും പറ്റില്ല. അതുപോലെ തൻ്റെ ധർമ്മത്തിൽ വളരെ നിഷ്ഠയോടുകൂടിയിട്ട് രാജ്യഭാരം ചെയ്തിരുന്നയാളാണ്. സൈന്യൈരന്വിതോ ധന്വി രഥാരൂഢോ മഹാരഥ ദണ്ഡകാരണ്യമാപേദേ മൃഗയാ കർമ്മ. അപ്പം അദ്ദേഹത്തിന് പ്രധാനമായിട്ട് 2 വിനോദങ്ങളായിരുന്നു രാജാവിനുള്ളത്. ഒന്ന് ചൂതുകളിയും പിന്നെ ഒന്ന് നായാട്ടും. സ്വതേ തന്നെ ഇത് രണ്ടും നിഷിദ്ധമായിട്ട് പറയണ കാര്യങ്ങൾ തന്നെയാണ്. വേദത്തിലൊക്കെ അത് നിഷിദ്ധമാണ്. ഇപ്പോൾ ചൂതുകളി ആയാലും നായാട്ടായാലും എന്ന് വെച്ചാൽ ചില സമയത്ത് നായാട്ട് വേണ്ടി വരും, പക്ഷേ അതൊരു വിനോദത്തിന് വേണ്ടി ആവരുത് എന്നർത്ഥം. ഇപ്പോൾ ദുഷ്ടമൃഗങ്ങളുടെ ആക്രമണമൊക്കെ വന്നാൽ അതിനെയൊക്കെ നിഗ്രഹിക്കണം. നായാട്ട് അങ്ങനെ അതിനു വേണ്ടിയാണ്. അതല്ലാതെ ഒരു വിനോദത്തിന് വേണ്ടി ഒരു നായാട്ട് അത് ശരിയല്ല എന്നാണ് പറയുക. എന്താ വെച്ചാൽ അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഭാഗവതത്തിൽ തന്നെ നമുക്ക് കാണാം, പരീക്ഷിത്ത് മഹാരാജാവ് നായാട്ടിന് പോയ സമയത്താണ് അദ്ദേഹത്തിനെ കലി ബാധിച്ചത്. അതുപോലെ ധർമ്മപുത്ര മഹാരാജാവ് ചൂത് കളിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാട്ടിൽ പോകേണ്ടി വന്നത്. നളൻ്റെ കഥയും വ്യത്യസ്തമല്ല. ചൂത് കളിച്ചാണ് ദ്വാപരനും ആയിട്ട് കലി ഒക്കെ ആയിട്ട് ചൂത് കളിച്ച് നളൻ തോറ്റു. അങ്ങനെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. അപ്പം ഇവിടെ രാജാവിന് പ്രധാനമായിട്ട് 2 വിനോദങ്ങളാണ്, ചൂതുകളിയും നായാട്ടും. പക്ഷെ ഇത് രണ്ടും രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുമുള്ളതാണ്. അങ്ങനെയുണ്ടൊരു കാര്യം. പക്ഷെ അത് ആവശ്യത്തിനല്ല, അനാവശ്യത്തിനായിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ ഒരിക്കൽ തൻ്റെ സൈന്യൈരന്വിതോ ധന്വി, ഒരിക്കൽ തൻ്റെ സൈന്യവ്യൂഹങ്ങളുമായിട്ട് അദ്ദേഹം ഒരു തേരിലൊക്കെ കയറിയിട്ട് ദണ്ഡകാരണ്യമാപേദ, ദണ്ഡകാരണ്യത്തിലാണ് നായാട്ടിന് പോയത് എന്നാണ്. അവിടെ ചെന്നു സിംഹ വ്യാഘ്രാദിസത്വാനി ഹത്വാചരൻവനെ ദദർശപുരത കഞ്ചിൽ വൽമീകം ഭൃശമുത്തമം. അങ്ങനെ പലതരത്തിലുള്ള വന്യമൃഗങ്ങൾ, സിംഹം, കടുവ, അങ്ങനെ തുടങ്ങി അനവധി മൃഗങ്ങളെ നിഗ്രഹിച്ചു. അങ്ങനെ നിഗ്രഹിച്ചു വനത്തിൽ വളരെ ദൂരം സഞ്ചരിച്ചു. ഹത്വാചരൻവനെ, വളരെ ദൂരം അങ്ങനെ സഞ്ചരിച്ച് ആ കാടിൻ്റെ ഒരു ഭാഗത്ത് വളരെ വലുതായിട്ടുള്ള ഒരു ചിതൽപുറ്റ് കണ്ടു എന്നാണ്. വൽമീകം ഭൃശമുന്നതം തസ്യാന്തികസ്ഥിതേ വൃക്ഷേ ദ്വൗ ഗജൗ ഗിരിസന്നിഭൗ ലോഹശൃംഖലയാ ബദ്ധ്വാ നിഷസാദ ശിലാതലേ. അപ്പം അവിടെ ആ പുറ്റിൻ്റെ സമീപത്തായിട്ട് വലിയ 2 വൃക്ഷങ്ങൾ നിന്നിരുന്നു. ആ വൃക്ഷങ്ങളിൽ ദ്വൗ ഗജൗ ഗിരിസന്നിഭൗ, തൻ്റെ 2 മതയാനകളുണ്ടായിരുന്നു. നായാട്ടിന് പോകുമ്പോൾ സൈന്യങ്ങളോട് കൂടിയിട്ട് ആനയും കുതിരയും തേരും അങ്ങനെ എല്ലാ സൈന്യങ്ങളൊക്കെ ആയിട്ടാവും പോണത്. അപ്പം അങ്ങനെ പർവ്വതാകാരമായിട്ടുള്ള 2 വലിയ ആനകൾ, ആ ആനകളെ ലോഹശൃംഖലയാ, നല്ല ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആ വൃക്ഷത്തുമ്മൽ കെട്ടി. എന്നിട്ടാണ് രാജാവ് അവിടെ വിശ്രമിച്ചത്. ഒരു പാറയുടെ മുകളിൽ വിശ്രമിച്ചു. നിഷസാദ ശിലാതലേ മന്ത്രിഭി സഹിത കൈശ്ചിൽ അക്ഷൈർ ദിവ്യൻ അനന്യധീ വിജഹാരചിരം
വീര ചന്ദ്രസേന മഹീപതി. അങ്ങനെ ചൂതുകളിയിൽ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ട്, അതൊരാസക്തിയാണ് അദ്ദേഹത്തിന്, അല്ലേ? അതിനൊക്കെ അടിമകളാണ് എന്ന് പറയാറില്ലേ, അടിപ്പെട്ടു പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ രാജാവ് കുറച്ച് സമയം കിട്ടിയാൽ അദ്ദേഹം ചൂത് കളിക്കാനിരിക്കും, അങ്ങനെയാണ്. അങ്ങനെ ചൂതുകളിയിൽ വളരെയധികം കമ്പം ഉണ്ടായിരുന്ന രാജാവ് മറ്റു ചിന്തകളൊക്കെ അനന്യധീ, ഇപ്പോൾ നായാട്ടിനാണ് വന്നതെന്നും ആ ചിന്തകളൊക്കെ മറന്ന് മന്ത്രിയോട് കൂടിയിട്ട് അങ്ങനെ ചൂതുകളിയിൽ മുഴുകിയിരുന്നു, ഒന്നും അറിയാതെ. തസ്മിന്നവസരേ ദ്വൗ ഗജരാജൗ മദോൽക്കടൗ പാദാഘാതേന വൽമീകം ഉന്നതം തൽ ബഭഞ്ജതു. ആ സമയത്ത് തസ്മിൻ അവസരെ, അതിന് രാജാവ് എല്ലാം മറന്ന് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദോൽക്കടൗ, മദം കൊണ്ട് ഗർവിതരായിട്ടുള്ള ആനകൾ അവിടെ ഉണ്ടായിരുന്ന ചിതൽപുറ്റ് കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞു, വലിയ ചിതൽപുറ്റ്. അപ്പോൾ എന്തു സംഭവിച്ചു? തതോഭവൽ താലതരു പ്രമാണ തതോഭവൽ താലതരുപ്രമാണയ തനുശ്രിയാ കശ്ചന ധൂമധൂമ്രയ പ്രവൃദ്ധകോപാധികരക്തുലോചന കൃതോട്ടഹാസ പുരുഷോതിഭീഷണ. ആ സമയത്ത് തതോഭവൽ, പുറ്റിൽ നിന്ന് വലിയ ഒരു ഗർജനം കേട്ടു എന്നാണ്. വല്ലാത്തൊരു ഗർജനം കേട്ടു. മാത്രമല്ല തടിച്ച ശരീരവും നല്ല പന പോലെ നീണ്ട കൈകാലുകളും ഒക്കെ ആയിട്ട് അതിയായ കോപം കൊണ്ട്, പ്രവൃദ്ധ കോപാധികരക്തലോചന, എന്തെന്നില്ലാത്ത കോപം കൊണ്ട് തീക്കട്ട പോലെ ജ്വലിക്കണ ചുവന്ന കണ്ണും കറുത്ത് തടിച്ച ശരീരവുമായിട്ട് ഒരു ഉഗ്രരൂപം പുറത്തു വന്നു ആ പുറ്റിൻ്റെ ഉള്ളിൽ. അതെന്ത് ചെയ്തു? ദ്വാഭ്യാം സ പൃഥുദീർഘാഭ്യാം കരാഭ്യാം കരിണാ ഉഭൗ ഗൃഹീത്വാ ഭക്ഷയാമാസ ലീലയാ വിഹസന്മുഹു. ആ ഭീകരമൂർത്തി പുറത്തു വന്നതും ഉടൻ തന്നെ തടിച്ചതും വളരെ നീണ്ടതുമായ തൻ്റെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ഈ രാജാവിൻ്റെ രണ്ട് ആനകളെയും ക്ഷണത്തിൽ നിഷ്പ്രയാസം ഭക്ഷിച്ചുകൊണ്ട് ഉറക്കെ അട്ടഹസിച്ചു എന്നാണ്. നിസാരാണോ രണ്ട് ആനകളെയൊക്കെ ഭക്ഷിക്കാമെന്നാലല്ലേ? അതോ എത്ര വലിയ മൃഗമാണ് ആന? അതിനെയൊക്കെ ഈ തൊണ്ടയിലൊന്നും തടയാണ്ട് അത് താഴത്തേക്ക് ഇറങ്ങിപ്പോകണമെന്ന് വെച്ചാൽ നിസാര പണിയൊന്നുമല്ല, ആണോ? ഏതായാലും ഭദ്രകാളിയുടെ കഥ വരുമ്പോൾ അതിലൊക്കെ ഭയങ്കര. ഭദ്രകാളി എന്താ ചെയ്യുക? യുദ്ധത്തിൽ നടക്കണ ആനയും ആനയുടെ പുറത്തിരിക്കണ ആളെയും അതുപോലെ തേരും കുതിരയും ആ തേരിൻ്റെ ചക്രവും ആനയുടെ കഴുത്തിൽ കെട്ടിയ മണിയും എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് വിഴുങ്ങും. അത് വായിലിട്ട് കടിക്കണ സമയത്ത് ഇടി വെട്ടണ പോലെയുള്ള ശബ്ദം കേൾക്കാമെന്നാണ് പറഞ്ഞത്, ഈ മണിയൊക്കെ പൊട്ടണ സമയത്ത്. അപ്പം അങ്ങനെ ഈ ഭീകരമൂർത്തി ഈ രണ്ട് ആനകളെയും നിഷ്പ്രയാസം ഭക്ഷിച്ചു. എന്നിട്ടാണ് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് അഭിതുദ്രാവരാജാനാം മന്ത്രിണശ്ച മഹാബല തേച ഭീതാപലായന്തേ സചതാൻ അന്വധാവത സന്ത്രസ്ത ചന്ദ്രസേനാദ്യ ധാവന്തോ ദണ്ഡകേ വനെ സുതീക്ഷ്ണസ്യാശ്രമം പ്രാപ്യ പ്രണേമുസ്തം മുനീശ്വരം. അഭിതുദ്രാവരാജാനം, പെട്ടെന്ന് രാജാവിൻ്റെ പിന്നാലെ ഓടി ഈ ഭീകരമൂർത്തി. തേജ ഭീതാപലായന്തേ, രാജാവാണെങ്കിലോ ഇത് കണ്ട് ഭയപ്പെട്ടു. മാത്രമല്ല നോക്കി നിൽക്കണ സമയം കൊണ്ട് തൻ്റെ രണ്ട് ആനകളെ ഭക്ഷിച്ച ആളാണ് ഈ വരണത്. അപ്പം അങ്ങനെയുള്ള ഈ ഭീകരമൂർത്തിയെ കണ്ട് എന്തെന്നില്ലാത്ത ഭയത്തോടു കൂടിയിട്ട് ചന്ദ്രസേനാദ്യ ധാവന്തോ ദണ്ഡകേവനെ, അവരെ ആ കാട്ടിൽ ഓടി ദണ്ഡകാരണ്യത്തിൽ. സുതീക്ഷ്ണസ്യ ആശ്രമം പ്രാപ്യ, അങ്ങനെ ഓടണ സമയത്താണ് സുതീക്ഷ്ണൻ എന്നുള്ള മഹർഷിയുടെ ആശ്രമം. ഇത് രാമായണത്തിലും കാണാം ഈ സുതീക്ഷ്ണൻ്റെ ആശ്രമമൊക്കെ.
അങ്ങനെ ആ ആശ്രമത്തിൽ ചെന്നു പ്രണയമുസ്തം മുനീശ്വരം, ഈ മഹർഷിയെ നമസ്കരിച്ചു എന്നർത്ഥം. ഇതാണ് ഏത് വിഷമങ്ങളുണ്ടായാലും അതിനൊക്കെ പരിഹാരം എന്നുള്ളത് സത്സംഗമാണ്. മഹാത്മാക്കളുടെ ദർശനമാണ് എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം. ഇത് നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്നിരുന്നൊരു കാര്യമാണ്. അങ്ങനെ മഹാത്മാക്കളുടെ ദർശനം, ദുഃഖത്തിലൊക്കെ നമ്മൾ ദുഃഖത്തെ തീർക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എത്തണത് സജ്ജനങ്ങളുടെ മുമ്പിലാണ്. ദേവീ മാഹാത്മ്യം ഇതിൽ തന്നെ മാർക്കണ്ഡേയ പുരാണത്തിലുള്ളതാണ്. അതിൽ ഒരു രാജാവും ഒരു വൈശ്യനും തൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് എത്തിയത് ഒരു മഹർഷിയുടെ ആശ്രമത്തിലാണ്. അപ്പോൾ മഹാത്മാക്കളുടെ ദർശനമാണ് എല്ലാ ദുഃഖത്തിനും പരിഹാരമായിട്ടുള്ള ഒരു വഴി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സത്സംഗം നമുക്കൊക്കെ എവിടുന്ന് കിട്ടും? ഇപ്പോൾ പുരാണങ്ങളിലെല്ലാം ധാരാളം പറയും സത്സംഗം ചെയ്യണം, സത്സംഗം ചെയ്യണം. എന്താ ഈ സത്സംഗം? സത്സംഗം എന്ന് വെച്ചാൽ പൊതുവെ നമ്മളൊക്കെ ധരിച്ചു വെച്ചത് ഒരാളിങ്ങനെ പ്രസംഗിക്കുക, കുറേ ആളുകൾ ഇങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുക, അതാണ് സത്സംഗം. അത് സത്സംഗമാണ്. പക്ഷെ സത്സംഗത്തിന് പ്രസംഗം എന്നോ പ്രഭാഷണം എന്നോ സംസാരം എന്നോ ഒന്നും അർത്ഥം പറഞ്ഞിട്ടില്ല ശങ്കരാചാര്യസ്വാമികൾ പോലും. സത്തായ വസ്തുക്കളുടെ സംഘത്തിനാണ് സത്സംഗം എന്ന് പറയുക. സത്തെന്താ? ഉണ്മ. അത് ഈശ്വരൻ മാത്രമാണ്. അപ്പോൾ ആ ഈശ്വരനുമായിട്ടുള്ള സംഘത്തിനാണ് സത്സംഗം എന്ന് പേര്. അത് നമുക്ക് എങ്ങനെ സാധിക്കും? ഇപ്പോൾ നമുക്ക് സ്വയമായിട്ട് സത്സംഗം ചെയ്യാൻ പറ്റും. അല്ലെ, ഓരോരുത്തരും അവരവരുടെ ഗൃഹത്തിലിരുന്ന് ദിവസവും പുരാണ ഇതിഹാസങ്ങളൊക്കെ പഠനം ചെയ്താൽ സത്സംഗമാണ്. നാമം ജപിച്ചാൽ സത്സംഗമാണ്. എന്നും ക്ഷേത്ര ദർശനം നടത്തിയാൽ സത്സംഗമാണ്. പക്ഷെ അതിലൊക്കെ മുഖ്യം എന്താണെന്ന് വെച്ചാൽ, സത്സംഗത്തിൽ മുഖ്യം ഈശ്വര കഥകൾ നല്ല ജ്ഞാനികളുടെ മുഖത്തു നിന്ന് കേൾക്കലാണ്. അപ്പോൾ അതിന് നമുക്ക് അവസരമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അവസരമില്ലെങ്കിൽ ഇതുപോലെയുള്ള പുരാണങ്ങൾ വായിച്ചാൽ മതി. എന്താ വെച്ചാൽ ഈ പുരാണങ്ങളിൽ നിറയെ സത്സംഗമാണ് പറയണത്. മഹാത്മാക്കളുടെ സംഘം നമുക്ക് അവിടെ കിട്ടും. അല്ലേ, നമ്മൾ വേറെ എങ്ങും പോകണ്ട. ഓരോ സ്ഥലത്തും ജ്ഞാനികളായ മഹർഷിമാർ പരമഹംസ പദവിയിലൊക്കെ എത്തിയിട്ടുള്ള ഋഷീശ്വരന്മാരുമായിട്ടുള്ള സംവാദമാണ് ഇതിലൊക്കെ വർണ്ണിക്കുന്നത്. അപ്പോൾ ആ സംവാദത്തിൽ കൂടിയിട്ട് നമുക്ക് എന്താവും? ഈ സത്സംഗത്തിൻ്റെ പ്രയോജനം അനുഭവപ്പെടും. അവരെ കാണുമൊന്നും വേണ്ട, ഇതിൽ കൂടി നമുക്കത് അനുഭവപ്പെടും. ഈ മഹർഷിമാരുടെ പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് അദൃശ്യമായൊരു ഫലം കിട്ടും. അപ്പം അതുകൊണ്ട് രണ്ട് മതയാനകളെ ഒരു പ്രയാസം കൂടാതെ ഭക്ഷിച്ച് തൻ്റെ നേരെ ഇങ്ങനെ പാഞ്ഞു വരണ ഉഗ്രമൂർത്തിയെ കണ്ട് വല്ലാതെ ഭയപ്പെട്ട് രാജാവും മന്ത്രിയും സൈന്യങ്ങളും ദണ്ഡകാരണ്യത്തിൽ കൂടി വളരെ ദൂരം ഓടി അവസാനം സുതീക്ഷ്ണൻ എന്നുള്ള മഹർഷിയുടെ ആശ്രമം കണ്ടു. പെട്ടെന്ന് ആശ്രമത്തിൽ ചെന്ന് വളരെ ഭയത്തോടെ മഹർഷിയെ നമസ്കരിച്ചു. മഹർഷി എന്ത് ചെയ്തു? താമാലോക്യ ഭയാക്രാന്തം രാജാനം മുനിസത്തമം കൃപയാ പരയാവിഷ്ടോ മുനീൻ വചനമബ്രവീൽ. അങ്ങനെ വളരെ ഭയപ്പെട്ട് തന്നെ ശരണം പ്രാപിച്ച രാജാവിനെയും സൈന്യങ്ങളെയും ഒക്കെ സ്വീകരിച്ചിരുത്തിയിട്ട് മഹർഷി വളരെ വിനയത്തോടെ അവരോട് ചോദിച്ചു എന്നർത്ഥം. കുതോ ഭവാൻ മഹാരാജ കോയം ത്വമനുധാവതി കുതസ്തം വദിയം ഭീതി ഉൽപ്പന്ന ബ്രൂഹി തത്വതാം. ചോദിച്ചു, കുതോ ഭവാൻ മഹാരാജ, അങ്ങ് ആരാണ്? ഹേ മഹാരാജാവേ, അങ്ങനെ കണ്ടിട്ടൊരു രാജാവാണെന്ന് തോന്നുന്നു. രാജലക്ഷണങ്ങളൊക്കെ ഉണ്ട്, വേഷവിധാനങ്ങളൊക്കെ കണ്ടാൽ രാജാവാണെന്ന് തീർച്ചയാക്കാം. അല്ലെ, ഇപ്പോൾ ഒരു പോലീസുകാരൻ യൂണിഫോമിൽ വന്നാൽ പോലീസുകാരനാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതേപോലെ രാജാവ് തൻ്റെ വേഷവിധാനങ്ങളോടൊക്കെ കൂടിയാണ് നായാട്ടിന് വന്നത്. അതുകൊണ്ട് രാജാവാണ് എന്നുള്ളത് ചോദിക്കാതെ തന്നെ മനസ്സിലാവും. അതോ കുതോ ഭവാൻ മഹാരാജ, ഹേ മഹാരാജൻ, അങ്ങ് ആരാണ്? അങ്ങയുടെ രാജ്യം എവിടെയാണ്? കോയം ത്വം അനുധാവതി, അങ്ങ് എവിടെ നിന്നാണ് വരണത്? ഇത്രയും അധികം ഭയപ്പെടാൻ എന്താണ് കാരണം? ആരാണ് അങ്ങയുടെ പിന്നാലെ ഓടി വരണത് അങ്ങയെ ഭയപ്പെടുത്തിക്കൊണ്ട്? എല്ലാം വിവരിച്ചു പറയൂ എന്നാണ്.
രാജോവാച, ഇത് കേട്ട് രാജാവ് പറഞ്ഞു, പാഹി പാഹി മഹായോഗിൻ യേഷ കശ്ചന പൂരുഷ ഗജാഭ്യാം ഭജ്യമാനാത്തു വൽമീകാദയമുദ്ധിതാം. അതുകൊണ്ട് പാഹി പാഹി മഹായോഗിൻ, അല്ലെ മഹായോഗിൻ, മഹായോഗി എന്നൊക്കെ വെച്ചാൽ ഇപ്പോ തൻ്റെ സമീപത്ത് വരണ ഒരാളെയൊക്കെ ഒന്നും നോക്കാതെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ആളാ. ഇപ്പോൾ സാധാരണ ആചാര്യന്മാർക്കൊക്കെ യോഗികൾക്കൊക്കെ എല്ലാവർക്കും ഒന്നും അനുഗ്രഹം കൊടുക്കാൻ പറ്റില്ല. യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അനുഗ്രഹം കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് അർഹതയില്ലാത്തവരെ അനുഗ്രഹിക്കാനൊന്നും അവർക്ക് സാധ്യമല്ല. മഹായോഗികൾക്കൊന്നും അങ്ങനെയല്ല. ആർക്ക് വേണമെങ്കിലും, ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണെങ്കിലും, അല്ലെ ഗീതയിലൊക്കെ പറഞ്ഞ പോലെ അഭിചേൽസു ദുരാചാരം ചെയ്ത ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ള മഹായോഗികളുടെ സമീപത്ത് എത്തിയാൽ അവരെ അനുഗ്രഹിക്കാൻ വിഷമമൊന്നുമില്ല എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് മഹായോഗികൾ. അപ്പം അതുകൊണ്ട് അല്ലയോ മഹായോഗിൻ, ഞാൻ കാശ്മീര രാജ്യത്തിലെ ചന്ദ്രസേനൻ എന്നുള്ള രാജാവാണ്. നായാട്ടിന് വേണ്ടിയിട്ട് കാട്ടിലെത്തിയതാണ്. കൂടെ കുറച്ച് സൈന്യങ്ങളും ഉണ്ട്. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആനകൾ അവിടെ ഒരു മരത്തുമ്മൽ അതിനെ കെട്ടിയിട്ടു. ചൂത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയ മൺപുറ്റിൻ്റെ സമീപത്താണ് ഈ ആനകളെ കെട്ടിയത്. അവരാ മൺപുറ്റൊക്കെ ചവിട്ടി പൊട്ടിച്ചു. അതിൽ നിന്ന് ഒരു ഉഗ്രപുരുഷൻ പുറത്തു ചാടി ഗജാഭ്യാം ഭജ്യമാനാത്തു, ഈ ആനകളെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ വിഴുങ്ങിയതിന് ശേഷം എന്തായി? ഭക്ഷയിത്വാ ഗജേന്ദ്രൗതൗ ഭൂയോ അസ്മാനഭിധാവതി ഭക്ഷയിഷ്യന്തി ന സർവാ മഹാഭീഷണ വിഗ്രഹ അസ്മാൽ ത്രായസ്വനോ ബ്രഹ്മൻ ശരണം ത്വം ഉപസ്ഥിതാൻ. ആ മൂർത്തി ഇതാ ആനകളെയൊക്കെ ഭക്ഷിച്ചതിന് ശേഷം വിശപ്പടങ്ങാതെ ഞങ്ങളുടെ പിന്നാലെ ഓടി വരണു. ആ മൂർത്തി ഞങ്ങളെല്ലാം ഭക്ഷിക്കും. അതുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കണു എന്നാണ്. മാഭൈഷി മാനവാധീശ മഹാഭൂതോർദിതോധുന അഹം തു വാരയാമ്യേനം വിജ്ഞാതം ദിവ്യചക്ഷുഷ. ഇതാണ് മാഭൈ, പേടിക്കണ്ട എന്നാണ് പറഞ്ഞത്, അല്ലെ ഭയപ്പെടണ്ട. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഒരാളെ സമീപിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിഷമം വന്നിട്ട് ഒരാളെ സമീപിച്ചാൽ അയാൾ ഭയപ്പെടണ്ട, ഞാനെല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ നമുക്കൊരാശ്വാസം ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ നോക്കട്ടെ പറ്റുമോന്ന്, ഒരാഴ്ച കഴിഞ്ഞ് വരൂ, അല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ ഇരിക്കൂ, ഇതൊന്നും അല്ല പറഞ്ഞത്. മാ ഭൈഷി, ഒരിക്കലും ഭയപ്പെടരുത്, അല്ലേ? ഭഗവാൻ തന്നെ പലപ്പോഴും ഭക്തന്മാരോട് പറയണ വാക്കതാണ് മാ ഭൈഷി. ശുഖബ്രഹ്മ മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ പരീക്ഷിത്തിനോട് പറഞ്ഞില്ലേ, ഏഴാഹസുണ്ടല്ലോ പേടിക്കാവേണ്ട നീ, പാഴാക നിൻജന്മം ഞാനുള്ളപ്പോൾ. 7 ദിവസം അങ്ങേക്ക് ആയുസില്ലേ, അങ്ങയുടെ ജന്മം സഫലാവും, ഞാൻ സഫലമാക്കി തരാം. ഇങ്ങനെ ചികിത്സിക്കാൻ പറ്റിയ ഒരു നല്ല ഗുരു വേണം, അല്ലേ? അപ്പം അങ്ങനെ വേറൊരാളോട് ഭയപ്പെടണ്ട എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭയത്തിൽ നിന്ന് മോചിതനായിരിക്കണം, സകല ഭയങ്ങളിൽ നിന്ന് നമ്മൾ മോചിതനായിരിക്കണം. ഇപ്പം നമ്മളെ തന്നെ ഭയം എപ്പോഴും ബാധിച്ചുകൊണ്ടായിരിക്കണത്. ഏത് തരത്തിലുള്ള ഭയം? ഒരുപാട് ഭയങ്ങൾ. ഏറ്റവും വലിയ ഭയമാണ് അന്ധകനിൽ നിന്നുള്ള ഭയം, മരണഭയം. ബാക്കി എല്ലാ ഭയങ്ങളും അതിന് ചുവടെയുള്ളൂ. മനുഷ്യൻ ഈ ചെയ്യണത് മുഴുവൻ മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ടാ ഇതെല്ലാം ചെയ്യണത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭയം അതാണ്. അപ്പോൾ ആ ഭയത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണവരാണ് മഹാത്മാക്കൾ. അപ്പോൾ അങ്ങനെ മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കണ ആളുകളാണ്, അല്ലേ? മരണമല്ല, മരണത്തിൽ നിന്നല്ല അവർ മോചിപ്പിക്കണത്, മരണഭയമാണ് കുഴപ്പം. മരണം എങ്ങനെയായാലും സംഭവിക്കും. വിവേകാനന്ദ സ്വാമികൾ ഒരു സ്ഥലത്ത് പറഞ്ഞു, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? നല്ല പാൽപ്പായസം വെച്ച് അതിൽ മുങ്ങി ചാവുക, അല്ലാണ്ട് ഈ ചാണകവെള്ളത്തിൽ മുങ്ങി വെള്ളം കുടിച്ച് ചാവേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമുക്കൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിലാണ് പലപ്പോഴും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്.
അതിനിടപെട്ട് വേണ്ടാത്തതൊക്കെ ചെയ്ത് അല്ലേ, ആവശ്യമില്ലാത്ത മനസ്സിൽ ഭാരമൊക്കെ വലിച്ചുകൂട്ടി കഷ്ടപ്പെട്ട് എന്തിനിങ്ങനെ കഷ്ടപ്പെടണു ജീവിതത്തിൽ? മനുഷ്യൻ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? നല്ല സ്വസ്ഥമായിട്ടിരിക്കാനുള്ള വഴി നമ്മുടെ മുമ്പിൽ ആചാര്യന്മാർ പറഞ്ഞു തന്നുണ്ട്. ആ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ പോരെ? അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച് ഈ ഭയത്തിൽ നിന്ന് നമ്മൾ മോചിതനാവും. കാരണം ഞാൻ മരിക്കണില്ല എന്ന് നമുക്ക് ബോധം വന്നാൽ പിന്നെ നമുക്ക് ഈ മരണഭയം എവിടെ? ഈ ശരീരമാണ് വരണതും പോണതും അല്ലേ? ശരീരം പോണതിനെ നമ്മൾ മരണം എന്ന് പറയും, ശരീരം ഉണ്ടാവുന്നതിനെ നമ്മൾ ജനനം എന്നും പറയും. അത്രയേ ഉള്ളൂ. ആത്മാവിന് ജനനമോ മരണമോ ഇതൊന്നും ബാധകമല്ലാത്ത വസ്തു. അപ്പം അതുകൊണ്ട് ആ ഭയത്തിൽ നിന്ന് മോചിതനായ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ ഭയത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെ, ഒരാൾ ബന്ധനത്തിൽ, രണ്ടു പേര് ഒരു മുറിയിൽ ബന്ധനത്തിലാണെങ്കിൽ ഒരാൾ മറ്റേ ആളോട് പറയണു എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കാമോ? അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പുറത്ത് കടന്നാൽ നിന്നെ രക്ഷിക്കാം, അല്ലാണ്ട് നിർത്തിയില്ലോ. അപ്പോൾ മരണഭയം എന്നുള്ളത് എന്താണ്, ആ മരണം എന്താണ് എന്ന് അറിഞ്ഞ ആൾക്ക് മരണഭയം ഉണ്ടാവില്ല. ഈ ഭയം പോയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ ഭയം തീർക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പറഞ്ഞു മാ ഭൈഷി മാനവാധീശ, അങ്ങ് ഭയപ്പെടണ്ട, ഈ മഹാഭൂതത്തിൻ്റെ ഭയത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം. അല്ലേ, മരണഭയത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ള ഒരു ഗുരുനാഥന് ഈ ഭൂതത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വല്ല വിഷമമുണ്ടോ? ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. മഹർഷി ആരാണ് ഈ ഭൂതെന്നും എല്ലാം എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് തന്നെ ഞാനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രാജാവിന് അഭയം കൊടുത്തിട്ട് ആ ഭൂതത്തിനോട് പറഞ്ഞു ഈ മഹർഷി, ഭോഭോ മഹാഭൂത മഹാനുഭാവ ത്വം ഭദ്രകാള്യാ ഖലു കിങ്കരോസി അജ്ഞാനതോ രാജയിതം കുകർമ്മ ക്ഷമസ്വധീമൻ അയമഞ്ജലിസ്തേ. അല്ലയോ മഹാനായ ഭൂതമേ, അല്ലേ, അങ്ങനെയുള്ള ഭൂതം പല ഭൂതങ്ങളുണ്ട് അല്ലേ. മഹാനായ ഭൂതം, യസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം എന്നൊക്കെ ഉപനിഷത്തിലെ ബ്രഹ്മത്തിനെ പറ്റി പറയും. ഈ മഹാനായ ഭൂതത്തിൻ്റെ നിശ്വസിതമാണ് ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവാംഗിരസി. അല്ലെ, 4 വേദങ്ങളും ആ മഹാനായ ഭൂതത്തിൻ്റെ ശ്വാസോച്ഛ്വാസങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു മഹാനായ ഭൂതം അല്ലേ. അപ്പോൾ അത് ഭഗവാനാണ്. ഇവിടെ മഹാനായ ഭൂതം എന്ന് വെച്ചാൽ ഈ ഭൂതം ഭഗവാനല്ലെങ്കിലും ഭദ്രകാള്യാ ഖലു കിങ്കരോസി, ഭദ്രകാളിയുടെ കിങ്കരനാണ്, അതുകൊണ്ട് മഹാനാണ്. ഈ രാജാവ് അറിയാതെ ചെയ്ത ഒരു കുറ്റം അല്ലേ, അജ്ഞാനാതോ രാജ ഇതം കുകർമ്മ, ഒരു തെറ്റ് ചെയ്തു, അതറിയാതെയാണ്, മനഃപൂർവ്വമല്ല. അപ്പോൾ അവിടെ ഒരു പുറ്റുണ്ട്, ആ പുറ്റിൻ്റെ ഉള്ളിൽ ഭദ്രകാളിയുടെ ഒരു ഭൂതം ഇരിക്കുന്നുണ്ട് എന്നൊന്നും രാജാവ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങേക്ക് അത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ വിനയപൂർവമായ നമസ്കാരം എന്നാണ്, അങ്ങ് ക്ഷമിക്കണം എന്നാ. അപ്പോൾ രാജാവ് സുതീഷ്ണൻ ഇത്രയും പറഞ്ഞപ്പോൾ എന്തായി, മാർക്കണ്ഡേയ മഹർഷി പറയണു, ഇതി ശ്രുത്വാ സുതീക്ഷ്ണസ്യ മുനേർവചനമുത്തമം പ്രണമ്യ പ്രയയൗ ഭൂതോ ഭദ്രകാളീം പ്രദക്ഷിണാൽ പപ്രച്ഛ ചന്ദ്രസേനസ്തം സുതീക്ഷ്ണം മുനിപുങ്കവം കാനാമ ഭദ്രകാളീതി ശ്രോതുമിച്ഛാമി തത്വതാ യസ്യാസ്തു ഭൃത്യോ യമഹോ മഹാബലോ മഹാഗജൗ ഭക്ഷയിതും ക്ഷമോ ഭവൽ തസ്യാ പ്രഭാവ സുമഹാനസംശയം ചരിത്രമസ്യ അഭിധാതുമർഹസി ഇതി ശ്രുത്വാ നൃപഗിരം മനസാലോച്യ വൈമുനി തം ശിഷ്യഗുണസമ്പന്നം വീക്ഷ്യ വക്തും പ്രചക്രമേ. അപ്പോൾ ഇതി ശ്രുത്വാ സുതീക്ഷ്ണസ്യ മുനേർവചനം ഉത്തമം, സുതീക്ഷ്ണൻ എന്നുള്ള മഹർഷിയുടെ വാക്ക് കേട്ട് ആ ഭൂതം എന്ത് ചെയ്തു, പ്രണമ്യ പ്രയയൗ ഭൂതം, ആ മഹർഷിയെ ഒന്ന് നമസ്കരിച്ച് അവിടുന്ന് നേരെ ശാന്തനായിട്ട് തിരിച്ചുപോയി. ഇത് കണ്ട് ചന്ദ്രസേനൻ എന്നുള്ള രാജാവ് സുതീക്ഷ്ണൻ എന്നുള്ള മഹർഷിയോട് ചോദിച്ചു, ഈ ഭദ്രകാളി ആരാണ്, ആ ദേവിയുടെ മഹത്വം എന്തൊക്കെയാണ്,
ഇതൊക്കെ പറഞ്ഞു തരണം. ആ കാളിയുടെ ഒരു കിങ്കരൻ തന്നെ 2 ആനകളെ തിന്നാൻ മാത്രം ശക്തനാണെങ്കിൽ ആ കാളി എത്രമാത്രം ശക്തിയുള്ളവളാവണം എന്നാണ്. ശങ്കരാചാര്യസ്വാമികൾ ഒരു സ്ഥലത്ത് പറയും, ഭാഷ്യം എഴുതുന്ന സമയത്താണ് പറഞ്ഞത്, ഈ വേദത്തെ പറ്റിയിട്ട് ഇത്രയൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടും എനിക്ക് ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ ഈ വേദത്തെ സൃഷ്ടിച്ച ആ ജഗതീശ്വരൻ്റെ മഹത്വം എന്തായിരിക്കും എന്നാണ് അല്ലേ. അപ്പം അതേപോലെ ഏകദേശം വേണി പറയാം, ഈ ഭദ്രകാളിയുടെ ഒരു ഭൂതം 2 ആനകളെ നിഷ്പ്രയാസം ഭക്ഷിച്ചു. അങ്ങനെയുള്ള ആ ഭൂതത്തിന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ ആ ഭൂതത്തിൻ്റെ മുകളിൽ അതിനെ നയിച്ചുകൊണ്ടിരിക്കണ ഭദ്രകാളിയുടെ ആ ശക്തി എത്രമാത്രമായിരിക്കും. ഇത് ഒരു സാധാരണ ഭൂതമല്ല, അതിബലവാനാണ്, സംശയമില്ല. ആ ഭൂതം ഈ പുറ്റിൻ്റെ ഉള്ളിൽ വരാനുള്ള കാരണം എന്താണ്, ആ ചരിത്രം വിസ്തരിച്ച് പറയണം എന്നാണ്. അപ്പം ഇത് ഓർമ്മ വെച്ചോളണം. ഈ സംഭവം നമ്മൾ മറക്കരുത്. കാരണം ഇതിൻ്റെ ഒടുവിൽ ഈ കഥയുടെ അവസാനം വരണത് അങ്ങനെയാണ്. ഈ ഭൂതം എപ്പോഴാണ് ഈ പുറ്റിൻ്റെ ഉള്ളിൽ വന്ന് കൂടിയത്, അതിൻ്റെ ഉള്ളിൽ വരാനുള്ള കാരണം എന്താണ് എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ഇതിൻ്റെ ഒടുവിലാണ്, ഏറ്റവും ഒടുവിലാണ് അതിന് ഉത്തരം പറയാൻ പോണത്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ഓർമ്മ വെച്ചോളണം. ഇനി അവിടെ അന്നേരം പറയുമ്പോൾ ആ പുറ്റിൻ്റെ ഉള്ളിൽ ഭൂതം വന്നു കൂടി എന്നൊക്കെ അവിടെ പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ കഥകളൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിച്ചോളണം. അപ്പോൾ ആ ചരിത്രം വിസ്തരിച്ച് പറയണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ രാജാവിൻ്റെ വാക്ക് കേട്ട് മഹർഷി കുറച്ചു സമയം ഒന്ന് കണ്ണടച്ചിരുന്നു, ധ്യാനത്തിലിരുന്നു. പിന്നീട് കണ്ണു തുറന്നു. ശിഷ്യഗണങ്ങളോടും സൈന്യത്തോടും കൂടിയിട്ടിരിക്കണ രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു എന്നാണ്. സുധീഷ്ണ ഉവാച അഭിധാസ്യാമി തേ സർവം ചന്ദ്രസേന മഹീപതേ ശൃണു ഭദ്രമിദം താവൽ ഭദ്രകാള്യാസമുത്ഭവം. ഹേ ചന്ദ്രസേന മഹാരാജാവ്, ഭദ്രകാളിയുടെ ഉൽപ്പത്തിയും മാഹാത്മ്യം, പരാക്രമം ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരാം, അങ്ങ് ശ്രദ്ധയോടെ ശ്രവിച്ചാലും. പുരാകഥാജിൽ സഞ്ജാതോ സുരാസുരമഹാമൃധേ മുരാരിർ ഭഗവാനേത്യ സുരാണാം പക്ഷമാശ്രിത. പണ്ടൊരിക്കൽ അത്യുഗ്രമായിട്ടുള്ള ഒരു ദേവാസുര യുദ്ധം നടന്നു എന്നാണ്. ഇത് പുരാണങ്ങളിൽ എപ്പോഴും കാണാം, ഒരുപാട് ദേവാസുര യുദ്ധങ്ങൾ കാണാം. ദേവന്മാരും അസുരന്മാരും എന്നൊക്കെ വെച്ചാൽ നമ്മളിൽ തന്നെ ഉള്ളത് തന്നെ ഇതൊക്കെ അല്ലെ. ദൈവീ സമ്പത്തും ആസുരി സമ്പത്തും എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ വളരെ വിസ്തരിക്കണതാണ്. അപ്പോൾ ഈ ദൈവീ സമ്പത്തും ആസുരി സമ്പത്തും തമ്മിലുള്ള മത്സരം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നടക്കും. അപ്പോൾ ആ സമയത്ത് എന്താവും, ഈശ്വരാനുകൂല്യം നമുക്കുണ്ടെങ്കിൽ അവിടെ ദൈവീ സമ്പത്ത് വിജയിക്കും, അല്ലെങ്കിൽ ആസുരി സമ്പത്ത് വിജയിക്കും. എപ്പോഴും ഈശ്വര കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ആസുരി സമ്പത്ത് നമ്മളിൽ നിന്ന് പോവും. ഇതാണ് സത്സംഗത്തിൻ്റെയൊക്കെ ബലം തന്നെ, അതാണ്. അപ്പോൾ അങ്ങനെ അസുര സൈന്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാനാവാതെ ദേവന്മാരൊക്കെ പരാജയപ്പെട്ടു. അവർ മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു. വിഷ്ണു ദേവപക്ഷത്തു നിന്ന് ദേവന്മാരെ എല്ലാം ഒന്നിച്ചു ചേർത്ത് യുദ്ധം ആരംഭിച്ചു. ചക്രേണ ദാനവാൻ സർവാംശ്ചക്രേ ദളിതമസ്തകാൻ നിർമൂലിതേ തതോ വംശേ ദാനവാനാം അശേഷത. അപ്പം അങ്ങനെ അല്ലേ, അഹോ ദൈവബലം ബലം ധിക് പൗരുഷം അനർത്ഥകം. നമ്മുടെ പൗരുഷമൊക്കെ എത്ര തുച്ഛം എന്നാണ്. ഈശ്വര ബലം ബലം അല്ലേ. നമുക്കൊക്കെ ബലം എവിടുന്ന? ഈശ്വരൻ തന്ന ബലം. കൈകാലുകളൊക്കെ ചലിക്കുന്നുണ്ട് അല്ലേ, വർത്തമാനം പറയാനുണ്ട്, കണ്ണ് കാണണു, ചെവി കേൾക്കണു, ഇതെല്ലാം സംഭവിക്കണു. ഇതിൻ്റെ ബലം എവിടെ നിൽക്കണു? ഈശ്വരനിൽ നിൽക്കണു അല്ലേ. ആ ബലം ഇല്ലാതെ വന്നാൽ ഈ ശരീരത്തിന് എന്തു സംഭവിക്കും ആവോ? പിന്നെ എന്തു സംഭവിക്കുന്ന ആർക്കറിയാം അല്ലേ. അത് പോയാൽ ഇവിടെ ഒന്നുമില്ല. അപ്പം എല്ലാ ബലവും അതാണ് അല്ലേ. പ്രഹ്ലാദനോട് നരസിംഹമൂർത്തി ചോദിച്ചില്ലേ, ആരടാ നിന്റെ പിൻബലം എന്ന് ചോദിച്ചു. പ്രഹ്ലാദന് ഒരു സംശയം ഉണ്ടായില്ലല്ലോ. ബലം മേ വൈകുണ്ഠ, ഭഗവാനാണ് ബലം അല്ലെ, ഈശ്വരനാണ് ബലം. ആ ബലത്തിലാണ് നമ്മളൊക്കെ നിൽക്കണത്. യോ അന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യ അഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം.
അല്ലേ? ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായി ഇരിക്കുന്നു. എന്നിട്ടാണ് വാക്കുകളെ പുറപ്പെടുവിക്കുന്നു, കൈകാലുകൾ ചലിപ്പിക്കുന്നു, അല്ലെ? ഇതെല്ലാം അവിടെ എല്ലാത്തിലും ആ ആത്മചൈതന്യം വ്യാപിച്ചു നിൽക്കണു. അത് ഓരോന്നീന്നും പിൻവലിയുമ്പോൾ എന്താവും? അതിൻ്റേതായ ശക്തി നഷ്ടപ്പെടും, പ്രവർത്തന ശക്തി നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഈശ്വരൻ്റെ പൗരുഷം, അല്ലേ, എന്ന് പറയും പോലെ ഇപ്പം ദൈവീ സമ്പത്തിൻ്റെ മുമ്പിൽ ആസുരീ സമ്പത്തിന് നിലനിൽപ്പില്ലാതെയായി എന്നർത്ഥം. ഇവിടെ അസുരന്മാരൊക്കെ വിഷ്ണുവിൻ്റെ ആയുധപ്രയോഗം കൊണ്ട് പലരും മരിച്ചു വീണു. അസുരവംശം തന്നെ നാമാവശേഷമാവും എന്നുള്ള ഒരവസ്ഥയിലെത്തി. അവരൊക്കെ എന്ത് ചെയ്തു? ഓടി പല സ്ഥലത്തും പരാജയപ്പെട്ട്. അപ്പോഴാണ് ചില അസുര സ്ത്രീകൾ എന്നർത്ഥം പാതാളേ ഗൂഢമാസീനം ചതസ്രോസുരകന്യക ശോകാതുരാസ്തന്യോന്യം വിചാര ദൃഢനിശ്ചയ. യുദ്ധത്തിലെ അസുരവംശത്തിൻ്റെ നാശം കണ്ടിട്ട് ഈ അസുര സ്ത്രീകളെല്ലാവരും പാതാളത്തിലേക്ക് പോയി ഒളിച്ചു താമസം തുടങ്ങി. അവരിൽ 4 പേര് പരസ്പരം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി എന്നർത്ഥം. താസു ദാനവതീ കാചിത് അന്യാ ദാരുമതീ സതി ഉഭേ അസുരനാര്യാൗതേ ഭർത്തൃമത്യൗ പതിവ്രതേ തപസാ ഘോരരൂപേണ ബ്രഹ്മാണം തോഷയാവഹൈ അസ്മാസ്വ അസുരനാരീഷു ജീവന്തീഷു കുലക്ഷയ. അപ്പം അവരെല്ലാവരും കൂടി ആലോചിച്ചു. എന്നിട്ടാണ് പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽ ദാനവതി ദാരുമതി, അങ്ങനെ 2 അസുര സ്ത്രീകൾ. താസു ദാനവതി കാചിത് അന്യ ദാരുമതി സതി. അവർ വിവാഹം കഴിഞ്ഞവരാണ്, പതിവ്രതകളാണ്. അവർ കഠിനമായ തപസ് ചെയ്യണം. അതിന് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഈ ദാനവവംശം രക്ഷിക്കാൻ ശക്തിയുള്ള പുത്രന്മാരെയൊക്കെ വരിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അസുരവംശത്തിന് ഒരിക്കലും ഒരു ക്ഷയം ഉണ്ടാവാൻ പാടില്ല, വംശം നശിക്കാൻ പാടില്ല. അങ്ങനെ അവർ തീരുമാനിച്ചു. അസുരാണാം അഹോ കഷ്ടം ഇതി സഞ്ചിന്യ സത്വരെ ഗോകർണം നാമ പാശ്ചാത്യാർണവസ്യ തടേ ശുഭേ. അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അസുരാണാം അഹോ കഷ്ടം ഇതി, അസുരന്മാർ നശിക്കാൻ പാടില്ല, അത് കഷ്ടമാണ്. അതുകൊണ്ട് എവിടെ പോകണം? ഗോകർണം നാമ പാശ്ചാത്യ, പശ്ചിമതീരത്തുള്ളതും സർവദേവവന്ദിതവുമായ ഗോകർണം എന്നുള്ള സ്ഥലത്ത് പോയിട്ട് തപസ് അനുഷ്ഠിക്കണം എന്നാണ്. അവിടെ ഗോകർണം ശിവക്ഷേത്രമാണ്. ശിവപുരാണത്തിലൊക്കെ ഗോകർണേശ്വര ജ്യോതിർലിംഗത്തിൻ്റെ മാഹാത്മ്യമെല്ലാം വിസ്തരിക്കും. ഓരോ യുഗത്തിലും നിറം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഗോകർണത്തിലെ ശിവക്ഷേത്രം, ശിവലിംഗം എന്നർത്ഥം. ഇപ്പോൾ കലിയുഗത്തിൽ കറുത്ത നിറത്തിലാണ് ഇരിക്കുന്നത്. ഓരോ യുഗത്തിലും ഇപ്പോൾ കൃതയുഗത്തിൽ വെളുത്ത നിറത്തിലും, ത്രേതായുഗത്തിൽ ചുവന്ന നിറത്തിലും, ദ്വാപരയുഗത്തിലും മഞ്ഞ നിറത്തിലും, കലിയുഗത്തിൽ കറുത്ത നിറത്തിലും വരുന്നതാണ്. ഗണേശൻ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് പറയണത്. മഹാബലേശ്വരൻ എന്നാണ് അതിന് വേറൊരു പേരുള്ളത്. അതിൻ്റെ 4 ഗോപുരദ്വാരത്തിലും സകല ദേവന്മാരും, ഓരോരോ ഗോപുരദ്വാരത്തിൽ പ്രത്യേകം ദേവന്മാരിരുന്ന് ശിവനെ സേവിക്കണമെന്നൊക്കെയാണ് പറയണത്. അവിടെ നേരെ മുമ്പിലാണ് സമുദ്രം. അവിടെ എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിലെ തിരമാലകൾക്ക് ശക്തിയൊന്നുമില്ല. അവിടെ വളരെ പതുക്കെയാണ് തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ പോയാൽ ബഹുരസമാണ്, എത്ര നേരം നിന്നാലും നമുക്ക് മതിയാവില്ല. അതിനൊരു സ്ഥലമാണത് ഗോകർണം. അപ്പോൾ ഏതായാലും അതിനെ വിസ്തരിച്ചാൽ നമ്മുടെ വിഷയം പോകും. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ശങ്കരസ്യ മഹാക്ഷേത്രം ശങ്കരം സർവദേഹിനാം സർവദേവൈ സമാജുഷ്ടം സർവദൈവ ശുഭാവഹം. അവിടെ സാക്ഷാൽ സദാശിവമൂർത്തി ഇരിക്കണ ഒരു മഹാക്ഷേത്രമാണ് ഗോകർണം. എല്ലാ ദേവന്മാർക്കും ദേവനാണ് ശിവൻ. സകല ദേവന്മാരും ഈ ശങ്കരനെ ആരാധിക്കുന്നു. അനേകം ആളുകൾ അവിടെ തപസ്സു ചെയ്ത് കൃതാർത്ഥത നേടിയിട്ടുണ്ട്. എത്ര ദേവന്മാരവിടെ ശിവാരാധന ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും മംഗളം നൽകുന്ന ആളാണ് ശിവൻ. അല്ല, അനവധി ആളുകൾ വരും അവിടെ. വലിയൊരു ടൂറിസ്റ്റ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെയാണ്. ധാരാളം ആളുകൾ വരും. അനവധി ലോഡ്ജുകളൊക്കെ അവിടെ ഉണ്ട് താമസിക്കാനൊക്കെ. ഒക്കെ നല്ല ലോഡ്ജുകളാണ്.
മോശപ്പെട്ട ഒന്നും കാണില്ല അവിടെ. അപ്പോൾ അത്രയധികം ആളുകൾ അവിടെ വരും താമസിക്കാനും, അതുപോലെ ആ ഗോകർണത്ത് ബലിയിടാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ വരും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാക്ഷേത്രമാണ് ഗോകർണം. അപ്പോൾ അവിടെ പോയിട്ട് തപസ് ചെയ്യണം എന്നാണ് ഇവർ തീരുമാനിച്ചത്. സംപ്രവിശ്യതു തൽക്ഷേത്രം സംപ്രതീതേ ഇമേ ഉഭേ തത്ര തീർത്ഥാംഭസി സ്നാത്വാ തപശ്ചക്രതുരുത്തമം. ഈ തീരുമാനം അനുസരിച്ച് ദാനവതിയും ദാരുമതിയും ഗോകർണത്തിലെത്തി തീർത്ഥത്തിലൊക്കെ കുളിച്ച് ഉഗ്രമായ തപസ്സിലേർപ്പെട്ടു എന്നാണ്. നിദ്രാതന്ത്രാതിരഹിതേ നിരാഹാരേ നിരാധികേ പഞ്ചാഗ്നിമധ്യമധ്യാസ്യ പഞ്ചേന്ദ്രിയജയോൽക്കടം. ഊണും ഉറക്കവും ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. നിദ്രാതന്ത്രാതിരഹിതേ അല്ലേ, ഇതൊക്കെ ഉപേക്ഷിക്കാൻ എളുപ്പമാണോ എന്ന് വെച്ചാൽ അല്ലെ, മനസ്സിലൊരു ഇച്ഛാശക്തി വന്നാൽ ഇതൊക്കെ നടക്കും. അതാണ് ഇച്ഛാശക്തി പ്രധാനമാണ്. ഏത് കാര്യത്തിനും ഇച്ഛാശക്തി. ബുദ്ധനൊക്കെ ആ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ ബോധസ്വരൂപത്തിലേക്ക് എത്തിയത്. അതിനുള്ള ഇച്ഛാശക്തി വേണം. ഇത് കിട്ടിയിട്ടേ താൻ പിന്തിരിയുള്ളൂ എന്നുള്ള ഉറപ്പോടുകൂടി പുറപ്പെടണം. അതിനുള്ള ഇച്ഛാശക്തി വേണം. കുറച്ചു നേരം പരിശ്രമിച്ചു, കിട്ടിയില്ല, നമ്മൾ മടുത്തു പോവും അല്ലേ, വേണ്ട വയ്ക്കും. അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ, തപസ്സുകൊണ്ട് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഇച്ഛാശക്തി നല്ലോണം വേണം. അവിടെ ഊണോ ഉറക്കോ ഒന്നും അല്ല പ്രശ്നം. ഇതൊക്കെ ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ ഉണ്ണാതെ ഉറങ്ങാതെ എങ്ങനെ ഇരുന്നു എന്നൊന്നും ആയിക്കൊള്ളണമെന്നില്ല. ഭക്ഷണം കിട്ടിയാൽ കഴിക്കും. ഉറങ്ങണമെന്ന് തോന്നി ചില സമയത്ത് ഉറക്കം വന്നാൽ ഉറങ്ങും. അല്ലാതെ ഒരിക്കലും ഉറങ്ങാതിരുന്നോളണമെന്നൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കാറില്ല എന്നർത്ഥം. ഈശ്വര ഭജനത്തിന് മുഖ്യമായ പ്രാധാന്യം കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ് അല്ലേ. അതൊക്കെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അതിലൊന്നും പ്രതീക്ഷയേ ഇല്ല. ഭക്ഷണം ഇല്ലാണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കൊണ്ടുവരണ്ടോ, കൊണ്ടുവന്നാൽ കഴിക്കായിരുന്നു. 4 വശത്തേക്ക് ഇങ്ങനെ നോക്കും. ഇടയ്ക്ക് എഴുന്നേറ്റ് പോയിട്ട് വീടിൻ്റെ ഉമ്മറത്തൊക്കെ ചെന്ന് നോക്കും, ആരെങ്കിലും വരണ്ടോ ഭക്ഷണം കൊണ്ട്. അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ യാദൃച്ഛികമായിട്ട് കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലേ മിണ്ടണില്ല. അപ്പോൾ അങ്ങനെ തിതിക്ഷ എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം അല്ലേ. തിതിക്ഷ ഇത് വളരെ പ്രധാനമാണ് ആധ്യാത്മിക മാർഗത്തിൽ, തിതിക്ഷ എന്നുള്ളത്. അങ്ങനെ ഉറക്കമില്ല, നിരാഹാരം, അങ്ങനെ ഒന്നിനെയും ആശ്രയിക്കാതെ പഞ്ചാഗ്നിമധ്യമധ്യസ്യ, പഞ്ചാഗ്നിമധ്യത്തിലെന്നാ 4 ഭാഗത്തും അഗ്നിയൊക്കെ കത്തിച്ച് അതിൻ്റെ നടുക്കിങ്ങനെ നിന്ന് മുകളിൽ സൂര്യൻ്റെ ചൂടും അങ്ങനെ നിന്ന് പഞ്ചേന്ദ്രിയ ജയോൽക്കടം, പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി അല്ലേ. 5 ഇന്ദ്രിയങ്ങളും അടങ്ങണം. ഇതാണ് വേണ്ടത്. അതിനെയൊക്കെ നമ്മൾ അടക്കി അല്ലെ ഏകാഗ്രതയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ശക്തിക്ക് നമ്മളെ ചലിപ്പിക്കാനൊന്നും സാധ്യമല്ല. അവിടെ ഇന്ദ്രിയങ്ങൾ പല വിഷയങ്ങളിലേക്ക് പോകണ്ടാവും. ആ വിഷയചിന്തകളൊക്കെ പതുക്കെ പിൻവലിച്ച് ഒരു ദിവസം കൊണ്ടൊന്നും സാധ്യമല്ല, കുറേ പണിയെടുക്കേണ്ടി വരും. അങ്ങനെ ആരഭേതാമൃതം ഘോരം ആരാധിത പിതാമഹേ തത്വാരിംശൽ ദിനാന്യേവം ധന്യചേഷ്ടിതേ അഥ പ്രത്യക്ഷതാം പ്രാപ്തോ ഭഗവാൻ പത്മസംഭവ ഇഷ്ടം വരം വരയതാം ഭവത്യാ വിദ്യഭാഷതാം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ബ്രഹ്മാവിനെ കുറിച്ച് കഠിനമായിട്ട് തപസ്സനുഷ്ഠിച്ചു. 41 ദിവസം കഴിഞ്ഞു എന്നാണ് തപസ്. ബ്രഹ്മാവ് അവർക്ക് ദർശനം കൊടുത്തു. നിങ്ങളുടെ തപസ്സിൽ സന്തുഷ്ടനായിരിക്കണു, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കണത് എന്തായാലും ആ വരം നൽകാൻ തയ്യാറാണ് എന്നാണ്. പ്രത്യേകം പുത്രമക്ഷുദ്രം ദൈത്യവംശവിവർദ്ധനം വരയാമാസ ദുശ്ചൈതേ വരം വരദതോ വിധേ. അതുകൊണ്ട് അവർ പറഞ്ഞു, അല്ലയോ പിതാമഹ ബ്രഹ്മദേവ, അങ്ങേക്ക് പ്രണാമം. ഇന്ന് അസുരവംശമൊക്കെ അതിൻ്റെ നാശത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അസുരവംശനാശം വരാതിരിക്കാൻ പാകത്തിന് ശക്തന്മാരായ പുത്രനുണ്ടാവാൻ അനുഗ്രഹിക്കണം. താഭ്യാം ഹിതം വരം ദത്വാ പത്മജന്മാ തിരോഭവൽ തേജ പാതാളമാസാദ്യ സ്വർഭക്താരവ് പ്രണയമതു. അപ്പോൾ അവർക്ക് ഇഷ്ടമായ വരമൊക്കെ കൊടുത്തു. ബ്രഹ്മാവ് അവിടെ അന്തർധാനം ചെയ്തു. കാരണം അധിക നേരമൊക്കെ നിന്ന് അവർ വേറെ വല്ലതുമൊക്കെ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ടാന്ന് നിശ്ചയിച്ചു. ഇപ്പോൾ തന്നെ കൊടുത്തത് കുറേ അധികമായിട്ടുണ്ട്, ബ്രഹ്മാവിനറിയാം.
അങ്ങനെ അസുര സ്ത്രീകൾ രണ്ടുപേരും വരലാഭം കൊണ്ട് സന്തുഷ്ടരായിട്ട് പാതാളത്തിലെത്തി അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ നമസ്കരിച്ചു. ക്രമേണ തേ ഉഭയഗർഭം ധാരയാമാസതുസ്തത പൂർണ്ണേതു ദശമേ മാസി സുഷുവാതേ സുതാവപി. അങ്ങനെ അവർ ഗർഭം ധരിച്ചു. അങ്ങനെ ഗർഭം പൂർണ്ണമായി 10 മാസം കഴിഞ്ഞു. രണ്ടുപേരും പ്രസവിച്ചു. ദാനവത്യാസുതോജജ്ഞേ ദാനവോ നാമ നാമത ദാരുമത്യാസ്തനൂജസ്തു ദാരുകോ നാമ വീര്യവാൻ. അങ്ങനെ ദാനവതിയും ദാരുമതിയും അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഇവിടെ പ്രസവിച്ചത്. ദാനവതിയുടെ പുത്രന് ദാനവൻ എന്ന് പേര് വെച്ചു. ദാരുമതിയുടെ പുത്രന് ദാരുകൻ എന്ന് പേര് വെച്ചു. അല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ പേരിനോട് സാമ്യമുള്ള പേരൊക്കെയാണ്. അപ്പോൾ പണ്ടും ഇങ്ങനെയൊക്കെ നോക്കി പേരിടാറുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഉൽപാത ബഹവോ ജാത ദാരുകസ്യ തു സംഭവേ ഉൽക്കാമുഖാ ശിവാഘോര ചുക്രുഷു പരിതോദിശം ധൂളിധൂസരിതാവാത പ്രവൗശ്ചക്രചംക്രമ വവുർഷു രുധിരം മേഘ പേതുരുത്തമപാദപാ സസമുദ്രാടവീശൈലാ ച കമ്പേ ച വസുന്ധര ത്രയോപി ഖലു നിർവാണ അഗ്നയശ്ചാഗ്നിഹോത്രിണാം. ഈ ദാരുകന്റെ ജനന സമയത്തുണ്ടായ ഉൽപാദങ്ങളെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഉൽപാദ ബഹവോ ജാത, ദുർനിമിത്തങ്ങൾ എന്നർത്ഥം. ഇപ്പം ചില സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് പല ദുർനിമിത്തങ്ങളും ചിലപ്പോൾ നമ്മൾ കാണും. അല്ലേ, ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. മഹാഭാരത യുദ്ധമൊക്കെ നടക്കുന്നതിന് മുമ്പ് ഒരുപാട് ഉൽപാദങ്ങൾ ഉണ്ടായതായിട്ടൊക്കെ ഭാരതത്തിലെല്ലാം പറയും. അങ്ങനെ ദാരുകന്റെ ജനന സമയത്ത് പല ദുർനിമിത്തങ്ങൾ കണ്ടു. കുറുക്കന്മാർ പകൽ സമയത്ത് ഓരിയിടുക. ഇതങ്ങനെ സംഭവിക്കണതല്ല. കുറുക്കന്മാരൊക്കെ രാത്രിയിലാണ് കൂവാറ് സാധാരണ. ഇപ്പോൾ രാത്രിയിലൊന്നും ഇല്ല കേട്ടോ, രാത്രിയും പകലും ഒന്നും ഇല്ല. ഇപ്പോൾ സകല കുറുക്കന്മാരും പകലും രാത്രിയും ഒക്കെ കൂയിക്കൊണ്ടാണ് നടക്കുന്നത്. അല്ലേ, പകൽ സമയത്ത് ഓരിയിടാറില്ല. ശക്തിയായി വീശി കാറ്റ് എന്നർത്ഥം. അങ്ങനെ കാറ്റ് ശക്തിയായിട്ട് വീശണു. ദിക്കുകൾ മുഴുവൻ പൊടിപടലം കൊണ്ട് ഇങ്ങനെ നിറയണു. കാറ്റില്ലാതെ വൃക്ഷങ്ങളൊക്കെ കടപുഴകിയിട്ട് ഇങ്ങനെ വീഴണു. ആകാശത്തിൽ നിന്ന് മഴയ്ക്ക് പകരം രക്തങ്ങൾ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങണു. സമുദ്രങ്ങളൊക്കെ ക്ഷോഭിച്ചു. പർവ്വതങ്ങളൊക്കെ കുലുങ്ങി. വനങ്ങൾ കുലുങ്ങി. ഭൂമി കുലുങ്ങി. യാഗാഗ്നികളൊക്കെ ഒരു കാരണമില്ലാതെ കെട്ടുപോയി എന്നാണ്. ഇതൊക്കെ വലിയ വലിയ ആപത്തിനെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. വരാഹമിഹിറിൻ്റെയൊക്കെ ബൃഹൽ സംഹിത പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അതിനെയൊക്കെ വിശദീകരിച്ച് അതിലൊക്കെ വർണ്ണിച്ചുണ്ട് ഓരോന്നിൻ്റെയും കാരണങ്ങളും കാര്യകാരണ സഹിതം. ക്രമേണ തൗ ദാനവ ദാരുകാഹ്വയൗ കുമാരകൗ സമ്യകൂപാത്ത യൗവനൗ നിജസ്യ വംശസ്യ വിനാശകം ഹരിം സുരാംശ മാത്രോർ വചനാദ്വിജജ്ഞതു. സുരാംശ മാത്രോർ വചനാത് വിജജ്ഞതു. അല്ലെ, ക്രമേണ ഈ ദാനവനും ദാരുകനും ശക്തന്മാരായി വളർന്നു. കൗമാരം കഴിഞ്ഞു. അവർ യൗവനത്തിലെത്തി. കൗമാരകവും സമ്യകൂപാത്ത യൗവനവും. അമ്മമാരൊക്കെ എന്ത് ചെയ്തു? അവരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധിപ്പിച്ചു. നോക്കണം അല്ലേ, ഇതാണ് ഈ അസുര സ്വഭാവമാണിത്. അല്ലേ, അവരുടെ ജീവിത ലക്ഷ്യം എന്താ? ദേവന്മാരും വിഷ്ണു ശിവൻ തുടങ്ങിയവർ അസുരവംശം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണവരാണ്. അവരിൽ നിന്ന് ഈ വംശത്തെ രക്ഷിക്കണം. അതാണ് നിങ്ങളുടെ ജീവിതോദ്ദേശം. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ പഠിപ്പിച്ചാൽ, മതപാഠശാലയിലൊക്കെ പഠിപ്പിക്കണത് അതാണ്. നമ്മുടെ മതത്തിൽ പെടാത്തവരെയൊക്കെ കൊന്നോളണം ആദ്യം മുതലേ പഠിപ്പിച്ചു വിട്ടാൽ അല്ലേ എന്താവും? വളർന്നു വരുന്തോറും അവരുടെ ഉള്ളിൽ ഈ വൈരം വർദ്ധിച്ചു വരികയല്ലേ ഉള്ളൂ. അപ്പോൾ അച്ഛനമ്മമാരെപ്പോഴും നല്ല കാര്യങ്ങൾ വേണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അല്ലേ, ഭാഗവതത്തിൽ ധ്രുവൻ്റെ അമ്മ എന്താ പറഞ്ഞു കൊടുത്തത്? മാ അമംഗളം താത പരേഷു മംസ്ഥാം. എന്തൊക്കെയായാലും വേറൊരാളിൽ കുറ്റം കാണരുത് എന്നാണ്. അല്ലെ, അമംഗളം താത പരേഷു മംസ്ഥാം. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞു കൊടുത്തത്. അസുരവംശം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് വിഷ്ണു ശിവൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരൊക്കെ. അതുകൊണ്ട് അതിനെ രക്ഷിക്കണം. അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നാണ്. ബ്രഹ്മാണം വരദം ചാപി ശ്രുത്വാ ദാനവദാരുക ഗോകർണം പ്രാപ്യ ദുർധർഷം തപസ്തേപേതി ദാരുണം. അതിനേക മാർഗം എന്താ? ഗോകർണത്ത് പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദുഷ്കരമായിട്ടുള്ള വരം മേടിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗ്രീഷ്മേ പഞ്ചാഗ്നി മധ്യസ്ഥ ശിശിരേ വാരി മധ്യഗ വർഷേനാവൃതദേശസ്ഥോ വാതമാത്രാശനവ്രത അധശിരാവൃക്ഷശിഖാലംബിതോ
മഹാനലോദിത്വരധൂമതാപിത കദാചിദേകാഘ്രികനിഷ്ഠയാ ഭുവം സ്പൃശന്നതിഷ്ടച്ച സുനിഷ്ഠുരാശയാം. ഇപ്പം നല്ല ചൂടുള്ള കാലത്ത് എന്താവും, പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കും, മഞ്ഞുകാലത്ത് വെള്ളത്തിലിറങ്ങി നിൽക്കും, മഴക്കാലത്ത് മഴ നനഞ്ഞുകൊണ്ട് തപസ് ചെയ്യും. അങ്ങനെ കുറേ കാലം. പിന്നെ അധശിരാവൃക്ഷ ശിഖാലം ആലംബിതോ, മഴക്കാലത്ത് കുറേ കാലത്ത് എന്തായി, മരത്തിൽ തലകീഴായിട്ട് തൂങ്ങിക്കിടന്നിട്ട് തപസ് ചെയ്തു. കാല് രണ്ടും മരത്തുമ്മ കെട്ടി വെച്ചിട്ട് തലകീഴായിട്ട് തൂങ്ങിക്കിടന്ന് താഴെ അഗ്നിയൊക്കെ ജ്വലിപ്പിച്ച്, മരത്തിൻ്റെ ചോട്ടിൽ തീ കത്തിച്ചിട്ടുണ്ട്, അതിൽ ചില വസ്തുക്കളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുക ശ്വസിച്ചുകൊണ്ട് എന്നർത്ഥം. ചില കഞ്ചാവോ കണധൂമം എന്നൊക്കെയാണ് പുരാണത്തിൽ അതിന് പറയുക. കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം, അല്ലെങ്കിൽ നല്ല മുളകായാലും മതി അല്ലേ. ഈ ചുവന്ന മുളക് തീയിലിട്ടാലത്തെ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്തു. കുറേ കാലം ഒറ്റക്കാലിൽ മാത്രം നിന്ന് തപസ് ചെയ്തു. കുറേ കാലം വായു മാത്രം ഭക്ഷിച്ച് അങ്ങനെ തപസ് ചെയ്തു. ഈ തപസ്സിൻ്റെ എല്ലാം ലക്ഷ്യം എന്തായിരുന്നു? ദേവന്മാരെ ഇല്ലാതാക്കണം അല്ലേ എന്നുള്ള നിഷ്ഠുരമായ ഒരാശ മാത്രമാണ്, അല്ലാതെ ഈശ്വര സാക്ഷാത്കാരമല്ല ലക്ഷ്യം. അവിടെയാണ് കുഴപ്പം. ഇപ്പോൾ തപസ്സൊക്കെ എല്ലാവരും ചെയ്യണ്ടാവും. തപസ്സെന്ന് വെച്ചാൽ കാട്ടിപ്പോയിരിക്കണതോ താടിയും കാടും അല്ല തപസ്, ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ തപസ്സിൻ്റെ എല്ലാം ലക്ഷ്യം ആത്മസാക്ഷാത്കാരാവണം ശരിക്ക്. പക്ഷേ ഇന്ന് അതല്ല ഒരു തപസ്സിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് മനുഷ്യജന്മം തന്നെ തപസ്സിന് വേണ്ടിയാണ്. തപോദിവ്യപുത്രകായേന സത്വം. മനുഷ്യജന്മം തന്നെ തപസ്സിന് വേണ്ടിയാണ്. പക്ഷെ ആ തപസ് എന്തിനാവണം? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. തപോദിവ്യം. അതിന് ഇവർ ഈശ്വര സാക്ഷാത്കാരം അല്ല അവരുടെ ലക്ഷ്യം, ദേവന്മാരുടെ നാശമാണ്. തഥാപി ഭഗവാൻ ബ്രഹ്മ നാസ്യ പ്രത്യക്ഷതാമകാൽ ലോകക്ഷയായ ദുഷ്ടോസ ഉദ്യുക്ത ഇത് ചിന്തയൻ. എത്ര കഠിന തപസ് ചെയ്തിട്ടും ബ്രഹ്മാവ് ദർശനം നൽകണില്ല. ഇവന് വരം നൽകിയാൽ ബ്രഹ്മാവിനറിയാം അല്ലേ, ഇവന് വരം കൊടുത്താൽ എന്താകും കുഴപ്പം? ലോകം നശിപ്പിക്കും. അത് ബ്രഹ്മാവിനറിയാം. കണ്ണുപൊട്ടൻ്റെ കയ്യിൽ തീക്കൊള്ളി കൊടുത്താൽ എന്തായിരിക്കും അനുഭവം? അവനെ എവിടെയൊക്കെയാ കൊണ്ടുവയ്ക്കാന്ന് അവന് തന്നെ നിശ്ചയില്ലാവോ? അപ്പം അതുപോലെ ആവും ഈ അസുരന്മാർക്ക് വരം കൊടുത്താൽ. അതുകൊണ്ട് ബ്രഹ്മാവ് വരാതിരുന്നാൽ കുഴപ്പമില്ലോ വെച്ചു. പക്ഷേ ഇവരെന്ത് ചെയ്തു? തപസ്സിന് വീണ്ടും ശക്തി കൂട്ടി. എന്നിട്ടും ബ്രഹ്മാവ് വരണില്ല. ബ്രഹ്മണി ക്രോധസംരക്ത ലോചനോ ദാരുകാസുത ശിരശ്ചിത്വാ ജുഹോമീതി പാണിന ഖഡ്ഗമാതതെ. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ദർശനം ലഭിക്കാത്തതുകൊണ്ട് ക്രോധിച്ച് ഈ ദാരുകാസുരൻ തൻ്റെ ശിരസ് തന്നെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി വാളൊക്കെ കയ്യിലെടുത്തു. കണ്ഠസ്പൃശതി ഖഡ്ഗേതു കണ്ഠാൽ പതതി ഭൂതലെ രക്തബിന്ദാവധൈകസ്മിൻ ആവിരാസീൽ പിതാമഹ. പെട്ടെന്ന് വാള് കണ്ടത്ത് ചേർത്ത് വച്ച് കഴുത്ത് മുറിക്കാൻ ആരംഭിച്ചതും കണ്ടത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണു. ആ സമയത്ത് പരിഭ്രമിച്ചു ബ്രഹ്മാവ് ദാരുകന്റെ മുമ്പിൽ പ്രത്യക്ഷനായി എന്നാണ്. ഉവാച മഹാവീരം കണ്ഠാൻ നിപതിതേ ഭുവി ഏകസ്മിൻ രക്തബിന്ദൗ തേ സഹസ്രമസുരർഷഭ ജനിഷ്യന്തി ഭവത്തുല്യ ബലവീര്യ പരാക്രമ മൽപ്രഭാവേന തൽബ്രൂഹി കിം തേ ഭൂയോ വരം ദദേ. ആദ്യം തന്നെ ചോദിക്കാണ്ടൊരു വരം കൊടുത്തു. എന്നിട്ടാണ് ചോദിച്ചിട്ട് പിന്നെയുള്ള വരമൊക്കെ പിന്നെ കൊടുക്കാമെന്ന് വെച്ചത് അല്ലെ. ആദ്യം തന്നെ ചോദിക്കാണ്ടാ ഒരു വരം കൊടുത്തത്. ഇപ്പം തീരില്ല, ഇവിടെ നിർത്താം, ഒരു രംഗം വന്നല്ലോ അല്ലേ. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിന്റെ ശരീരത്തിൽ നിന്ന് ആയുധം കൊണ്ട് മുറിവുണ്ടായാൽ അതിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ നിന്നെപ്പോലെ ബലവാനായിട്ട് പരാക്രമവീര്യമുള്ള 1000 ദാരുകന്മാരെ ഉണ്ടാവും എന്നാണ് അല്ലേ. ഇത് ബോണസാ. ഇത്രയും തപസ് ചെയ്തതിൻ്റെ ഒരു ബോണസായിട്ട് കൊടുത്ത വരാ. അത് ചോദിച്ചിട്ട് കൊടുത്തതല്ല. അത് നിന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ അതേപോലെ 1000 ദാരുകന്മാർ വേറെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഒരു മുദ്രാവാക്യമുണ്ട്, നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട്, ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേരുയരുന്നു എന്ന്. ഈ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്തതാ അവർ. ഇതിൽ നിന്ന് പോവാത്ത ഒരു മുദ്രാവാക്യവും ഇല്ല ലോകത്തിൽ.
അപ്പം അതുകൊണ്ട് ഇനി വേറെ എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ദാരുക ഉവാച ദേവാസുര മനുഷ്യാണാം അവധ്യത്വം പ്രദേഹിമേ അനിഗ്രാഹ്യോ ഭവിഷ്യാമി ശംഭു വിഷ്ണു പുരന്തരൈ. ദേവന്മാരിൽ നിന്നും അസുരന്മാരിൽ നിന്നും മനുഷ്യരിൽ നിന്നും മരണം സംഭവിക്കരുത്. ശിവൻ, വിഷ്ണു, ഇന്ദ്രൻ ഇവരിൽ നിന്നൊന്നും മരണം സംഭവിക്കരുത്. ബലം നാഗസഹസ്രാണാം ദേഹി ശത്രുഭയങ്കരം ബ്രഹ്മദണ്ഡം ച മേ ദേഹി കിഞ്ച യുദ്ധേ ജയായ ച മായാവതി താമസീ ച ദ്വേ ദേയേ മന്ത്രദേവതേ ഇത്യേതാനി സമസ്താനി മഹ്യം ദേഹി പിതാമഹ. അതുകൊണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും എനിക്ക് തുല്യമായ ബലമുണ്ടാവരുത്. അവരെക്കാളൊക്കെ ബലവാനായിരിക്കണം ഞാൻ. 10,000 ആനയുടെ ശക്തി ഉണ്ടാവണം. ശത്രുക്കൾക്ക് ഭയങ്കരനാവണം. 14 ലോകങ്ങളുടെയും അധീശത്വം ഉണ്ടാവണം. ഏതു യുദ്ധത്തിലും ഞാൻ തന്നെ ജയിക്കണം. അങ്ങയുടെ ബ്രഹ്മദണ്ഡ് എനിക്ക് കിട്ടണം. അതുപോലെ മായാവതി താമസി എന്ന് പേരുള്ള 2 മന്ത്രദേവതാ ശക്തിയുണ്ട്, അതെനിക്ക് തരണം. ഇത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല, മരണം സംഭവിക്കില്ല എന്നാ. അപ്പം ഇത്രയും വരം വേണം എന്നാണ്. ബ്രഹ്മാവോ അസ്തു സർവമിതം വീര യദ്യത്വം അഭിവാഞ്ചസി തപസാ തവ ഘോരേണ പ്രീത കിം ന ദദാമിതേ അഥ പൃച്ഛാമി ദൈത്യേന്ദ്ര സ്ത്രീത്യ കിം ന വ്യതസ്ത്വയ അവധ്യത്വവരോ യുദ്ധേ കിമിതം വിസ്മൃതം ത്വയ. അതുകൊണ്ട് നിന്റെ ഈ തപസ്സുകൊണ്ട് ഞാൻ സന്തോഷിച്ചു. നീ ആഗ്രഹിച്ച വരങ്ങളെല്ലാം നിനക്ക് തരാം. പക്ഷെ ഒരു സംശയം ബ്രഹ്മാവിന്. എന്താ അത്? എല്ലാവരാലും അവധ്യനാവണം, ആരും കൊല്ലരുത് എന്നാണ് നീ പറഞ്ഞത്. സ്ത്രീകളെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ സ്ത്രീകളുടെ കൈ കൊണ്ട് മരിച്ചാലോ? പുരുഷന്മാരൊന്നും കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നീ വിസ്മരിച്ചു? അപ്പോൾ ദാരുക ഉവാച, ദാരുകൻ പറയുന്നു, അഹോഹാസ്യം ഇതം ബ്രഹ്മൻ കിം വധിഷ്യ അന്തിമാം സ്ത്രീയ ദൃഷ്ട്വൈവ മാം പലായന്തേ തൂലവച്ചപലാ സ്ത്രീയ ശ്രുത്വാ ദേവാ ഹസിഷ്യന്തി വ്രിയമാണമമും വരം ഏവം വരം ന വാഞ്ചാമോ വയമേവ ന കേവലം ഹ്രീമന്തോ ദൈത്യകുലജ കേപി നേച്ഛന്ത്യമും വരം അത സ്ത്രീഭ്യോപ്യവധ്യത്വം ന വയം പ്രാർത്ഥയാമഹേ. എന്താ അത്? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീയും എന്നെ വധിക്കാൻ ധൈര്യപ്പെടുന്നു തോന്നണമില്ല. ആ വരം ഒരു പരിഹാസത്തിന് തന്നെ കാരണമാവും. എൻ്റെ ശബ്ദം കേട്ടാൽ മതി ഈ സ്ത്രീകളൊക്കെ എന്താവും? തൂലവച്ചപലാ സ്ത്രീയ, ചപലകളായ സ്ത്രീകൾ കാറ്റത്തോടണ പഞ്ഞി പോലെ, പറക്കണ പഞ്ഞി പോലെ പറക്കും. ഇങ്ങനെ ഒരു വരം മേടിച്ചാൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാം എന്നെ പരിഹസിക്കും. അല്പം അഭിമാനമുള്ളവരാരും അങ്ങനെ ഒരു വരം മേടിക്കൊന്നുമില്ല. അസുരവംശജനായ എനിക്ക് അങ്ങനെ ഒരു വരം വേണ്ട. അസുരവംശത്തിന് തന്നെ അത് നാണക്കേടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പരിഹാസ്യനായിട്ട് തീരും എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അഹോനു ഖലു ഗർവസ്തേ ദിവ്യാ സ്ത്രീത്വാം വധിഷ്യതി മന്ത്രൗ ന ചോപയോക്ഷ്യേതേ യുദ്ധേ ദണ്ഡശ്ച മേ തഥാ. അതുകൊണ്ട് പറഞ്ഞു, ഹേ ദാരുക, നീയൊരു അഹങ്കാരിയാണ്. അതുകൊണ്ട് നിന്റെ ഗർവ് ഒരു ദിവസം ഇല്ലാതെയാവും. ഒരു ദിവ്യ സ്ത്രീ വന്ന് യുദ്ധത്തിൽ നിന്നെ വധിക്കും. അന്ന് നിന്റെ തപസ്സിനോ വരബലത്തിനോ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നിന്റെ വരബലവും മന്ത്രസിദ്ധികളും ബ്രഹ്മദണ്ഡും എല്ലാം വ്യർത്ഥമാവും. സ്ത്രീകളിൽ ഇതൊന്നും പ്രയോഗിക്കരുത് എന്നാണ് ഇവിടെ ബ്രഹ്മാവ് സൂചിപ്പിക്കുന്നത്. അത് അവസാനം പറയും. അപ്പോൾ ദാരുകൻ പറഞ്ഞു, ദിവ്യാമേ മാനുഷീവാസൗ യക്ഷിണീവാധ രാക്ഷസി ന സ്ത്രീമാം ശക്നാൽ ഹന്തും ഗച്ഛ പിതാമഹ. അതുകൊണ്ട് പറഞ്ഞു, ദിവ്യാമേ മാനുഷീവാസൗ യക്ഷിണീവാധ രാക്ഷസി ന സ്ത്രീമാം ശക്നാൽ ഹന്തും. എനിക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല എന്നർത്ഥം. ദേവസ്ത്രീകൾക്കോ മനുഷ്യ സ്ത്രീകൾക്കോ യക്ഷകിന്നര സ്ത്രീകൾക്കോ ഒന്നും എന്നെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹേ പിതാമഹ, അങ്ങേക്ക് ഇഷ്ടം പോലെ പോവാം, എനിക്കിനി ഒന്നും ആവശ്യമില്ല എന്നൊന്നും. കിട്ടേണ്ടത് കിട്ടി. അങ്ങനെ വരം കൊടുത്ത് ബ്രഹ്മാവ് അവിടെ അന്തർധാനം ചെയ്തു. എന്നിട്ട് ഇയാൾ മരിച്ചില്ലേ എന്ന് വെച്ചാൽ മരിച്ചു, അല്ലേ? മരിക്കാണ്ടിരിക്കുമോ? മരിക്കും. ജനിച്ചാൽ നമുക്ക് ഉറപ്പായ ഒരു സാധനം അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഉറപ്പില്ല. ഇപ്പം നല്ല വിദ്യാഭ്യാസം കിട്ടുമോ?
നല്ല ജോലി കിട്ടുമോ, സമ്പത്തുണ്ടാവോ, ആരോഗ്യം ഉണ്ടാവോ, നല്ല കുടുംബം ഉണ്ടാവോ, ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിച്ചില്ല എന്ന് വരാം. നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മരണം. അതെ, അത് അദ്യവ അബുധ ശതാന്തേവ എന്നാന്ന് പറയാൻ പറ്റില്ല. ഇന്ന ദിവസം എന്നില്ല, ഇന്നോ നാളെയോ. അദ്യവ അബുധ ശതാന്തേവ, ചിലപ്പോൾ ഉടനെ ആവാം, ചിലപ്പോൾ 100 കൊല്ലം കഴിഞ്ഞിട്ടാവാം. അത് സംഭവിച്ചേ മതിയാവും. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രതിവിധിയൊന്നും ഇന്ന് വരെ ലോകം കണ്ടെത്തിയിട്ടില്ല. നമ്മൾ എന്തൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചാലും, എന്തൊക്കെ പ്രതിവിധികൾ കണ്ടെത്തിയാലും അതിനപ്പുറത്തേക്ക് വരും അല്ലേ. ഒരു കൊറോണ വന്നാൽ മതി, ഒരു കൊറോണ. ഇവിടെ ഉണ്ടല്ലോ മെഡിക്കൽ സയൻസൊക്കെ ഒരുപാട് പുരോഗമിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയണത്. ചത്ത ആളെ കൂടി ജീവിപ്പിക്കും എന്നൊക്കെ നമ്മൾ പറയണു അല്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? ഒരു കൊറോണ വന്നപ്പോൾ അതിന് മരുന്നില്ല. എന്തിനാ മരുന്നുള്ളത്? ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ ഏത് രോഗത്തിനാണ് മരുന്നുള്ളത്? ഒരു രോഗത്തിനും അവർക്ക് ഇന്ന മരുന്ന് കൊടുത്താൽ ഈ രോഗം മാറുന്ന അവർക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. കുറേ മരുന്ന് വാരി തരും, നമ്മൾ തിന്നും. ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടണതാ. അല്ലാണ്ട് ഏതെങ്കിലും രോഗത്തിന് കൃത്യമായ ഒരു മരുന്ന് ഇന്നത്തെ ആധുനിക മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ ആയുർവേദത്തിൽ ഇതിനൊക്കെ മരുന്നുണ്ട്. പക്ഷെ അതിനെ ആർക്കും വേണ്ടാതാനും. അതാണ് കുഴപ്പം. അപ്പം ഏതായാലും അങ്ങനെ ദാരുകൻ വരമൊക്കെ മേടിച്ചു. സുതീക്ഷ്ണൻ പറയണു, ഇതി ഗർവേണ തേനോക്തോ മുദിതോ അന്തർഹിതോ വിധി ദാരുകസ്തു തതോ രാജൻ പാതാളതലമാവിശൽ. അങ്ങനെ ദാരുകൻ്റെ അഹങ്കാരം നിറഞ്ഞ വാക്ക് കേട്ട് സന്തോഷത്തോടുകൂടി ബ്രഹ്മാവ് തിരോധാനം ചെയ്തു. അഹങ്കാരം തന്നെ നാശത്തിന് കാരണമാവും അല്ലേ. ദാരുകൻ തൻ്റെ തപസ് സഫലമായതിൻ്റെ സന്തോഷത്തോടെ പാതാളത്തിലേക്കും പോയി എന്നാണ് പറഞ്ഞത്. ഇനി ദാരുകൻ അച്ഛനമ്മമാരെ കാണണതും ദാരുകന് വലിയ കൊട്ടാരമൊക്കെ ഉണ്ടാക്കുന്നതും ആ കൊട്ടാരത്തിൻ്റെ വർണ്ണനകളും അതുപോലെ അവിടെ തൻ്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് താമസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് ശ്ലോകത്തിൽ പറയണത്. ഇപ്പം നമ്മൾ ഈ അധ്യായത്തിൽ ഇനിയും ഉണ്ട് 80, ഇപ്പോൾ 66 ശ്ലോകമായിട്ടുണ്ട്. ഇനി 80, 85 ശ്ലോകത്തോളം ഉണ്ട് അധ്യായത്തിൽ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസം പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഹരേ നമഃ.